ഇവിടെ ആദ്യത്തെ പയ്യനെ കൂടെ ചേർത്തിടും അവിടുത്തെ പഞ്ചായത്ത് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുള്ളത്. കണ്ടും അതേപടി ശേഷിക്കും. അത് പിന്നെ ഉരുക്കിയെടുത്താൽ മതി. 1.5 കിലോയോളം സ്വർണം അതിൽ നിന്ന് കിട്ടി. അതിൽ സ്മാർട്ട് ക്രിയേറ്റേഴ്സ് പണിക്കൂലിയായി മേടിച്ചെന്നാ പറയുന്നത്. പ്രിയമുള്ളവരെ, സ്മാർട്ട് ക്രിയേറ്റേഴ്സ് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ, അതുപോലെ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യാൻ ഒറ്റ മുക്കിയെടുത്താൽ കളർ കിട്ടുന്ന ആ ഇലക്ട്രോ പ്ലേറ്റ് 10 ഗ്രാം സ്വർണം മതി. 10 ഗ്രാം സ്വർണം മതി. അവിടെ 1.5 കിലോയിൽ 400 ചില്ലുവാനും സ്വർണം സ്മാർട്ട് ക്രിയേറ്റേഴ്സ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും നമ്മുടെ പി എ പ്രസാദിനെ എന്തൊക്കെ വിളിച്ചു പഠിച്ചു. ബാക്കിയുള്ളത് ഇവർക്ക് കൊടുത്തു. ഇതിന് സാങ്കേതിക വിദ്യ വലുതാണ്. സാങ്കേതിക വിദ്യ നിരവധി സാങ്കേതിക വിദ്യകളിലൂടെ ഇതുണ്ട്. പൊട്ടാസ്യം സൈനൈഡ് ലായനിയിലാണ് ഈ സ്വർണം അത് പിടിപ്പിക്കുന്നത്. ഇലക്ട്രോ പ്ലേറ്റ് ഫലവത്തായി പിടിപ്പിക്കുന്നതാണ്. ആ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്തതിന് ശേഷം ഒരു പോളിഷിംഗ് കവർ, ഒരു മെറ്റൽ കവർ അത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ കവറിംഗ് പോകാതെ സ്വർണം പ്ലേറ്റ് ചെയ്യുന്ന സാധനം പോകില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ 1 ഗ്രാം ഗോൾഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കേരളത്തിൽ വിറ്റഴിക്കുന്നത്. 1 ഗ്രാം ഗോൾഡ്. 1 ഗ്രാം ഗോൾഡിന്റെ വില ഇന്ന് 11,500. അതിന്റെ വിലയിലാണ് കൊടുത്തത് 13,000 രൂപ വേണം. ആ 13,000 രൂപ വേണ്ടുന്ന ആ 1 ഗ്രാമിന്റെ ആഭരണം നമ്മൾ മേടിച്ചാൽ അതിനകത്ത് 100 മില്ലി സ്വർണം പോലുമില്ല. കാരണം ആദ്യം ഒന്ന് കളർ എടുത്തിട്ട് അതിനുശേഷം പോളിഷിംഗ് കവർ ചെയ്ത് ആ പോളിഷിംഗ് കവർ ചെയ്തുള്ള അത് തേഞ്ഞു പോകാതെ ആ സ്വർണം പെയിന്റിങ് പോകില്ല. രണ്ടാമത്തെ ഉദാഹരണം, മാരുതി 800 വാങ്ങിയാൽ അതിന്റെ മേളിൽ സ്പ്രേ പെയിന്റ് ഉണ്ട്. ആ പെയിന്റിന് മുകളിൽ ഒരു പോളിഷിംഗ് കവർ ഉണ്ട്. ഫർണിച്ചർ സാധനം വാങ്ങിയാൽ ഫർണിച്ചർ പോളിഷ് അടിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിൽ കവർ പോളിഷ് അടിക്കും. ഈ പോളിഷ് എല്ലാം അകത്തടിച്ചിരിക്കുന്ന നിറം തേക്കിന്റെ ആണെങ്കിലും ഈട്ടിയുടേതാണെങ്കിലും മറ്റുള്ള നിറം പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ കവർ നഷ്ടപ്പെട്ടാലേ അതിനുള്ളിലുള്ള പെയിന്റ് പോകും. മാരുതി 800 കാറിൽ നിങ്ങൾ നഖം കൊണ്ട് പോറിയാൽ അതിന് പെയിന്റ് പോകും. പക്ഷെ BMW കാറിൽ ബ്ലേഡ് കൊണ്ട് കൈ കൊണ്ട് പോറിയാൽ പോകില്ല. ബലമായി പോറണം, ഒരയ്ക്കണം. അപ്പോ അതിന്റെ കവറേജ് അതാണ്. അപ്പൊ അത്തരത്തിലുള്ള പോളിഷ് കവറേജ് കൊടുക്കും. അതുപോലെ ഇലക്ട്രോ പ്ലേറ്റിംഗ് സാധാരണ കടകളിൽ വിറ്റഴിക്കുന്ന പ്ലേറ്റിംഗ് ആഭരണങ്ങൾ പോലെയുള്ള ലഘുവായിട്ടുള്ള നിർമ്മാണമല്ല, അല്ലെങ്കിൽ കളറിംഗ് അല്ല, കുറച്ച് കൂടിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കവറിംഗ് ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോ നമ്മുടെ സ്വർണ്ണപ്പാളി പോയത് എങ്ങനെയാ? സ്വർണ്ണപ്പാളിയിലുള്ള സ്വർണം ഇളക്കിയെടുത്ത് അല്ലെങ്കിൽ ഉരുക്കിയെടുത്തിട്ട് പുതിയ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കി അത് കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേറ്റേഴ്സിലെ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് സന്നിധാനത്ത് വെച്ചിരിക്കുക. സ്വർണ്ണം ഇവിടെ പോയി, താരികക്കൂടെ അവിടെ പോയി. അതുപോലെ ശ്രീകോവിൽ വാതിലിന്റെ സ്വർണ്ണം ഇവിടെ പോയി, എല്ലാം പോയി. ഞാനും നിങ്ങളുമെല്ലാം വഴിപാടായി കൊടുത്ത സ്വർണം എല്ലാം കട്ടു. ഒന്നേ അറിയണ്ടു, കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ, ഭഗവാനെ പൊന്നും 18 പടി സ്വർണ്ണമാണോ? പൊന്നും 18 പടി സ്വർണ്ണമാണോ? 6 ടൺ സ്വർണ്ണം, 6 ടൺ പഞ്ചലോകം കൊണ്ടാണ് നിർമ്മാണം തുടങ്ങിയത്. സന്നിധാനത്ത് വെച്ച് 6 ടൺ സ്വർണം നിർമ്മാണം കഴിഞ്ഞപ്പോൾ എത്രയുണ്ട്? 6 ടൺ സ്വർണത്തിൽ പഞ്ചലോകം 5 ലോകമായതുകൊണ്ട് അതിൽ 1% 5-1 സ്വർണ്ണമായിരിക്കും. സ്വാഭാവികമായിട്ട് 1 ടൺ. 18 പടിയിലെ ആ പഞ്ചലോകത്തിന് എത്രയുണ്ട് എന്ന് എനിക്കോ വത്സന്തിലങ്കരിക്കോ നാരായണോർമ്മത്തിന് മനസ്സിലോ ചോദിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾ ഭക്തരാണ്. ശബരിമലയിലെ 2ാമത്തെ വിഗ്രഹമാണ് 18 പടി. 2ാമത്തെ വിഗ്രഹ അത് പരിശോധിക്കണമെന്ന് പറയാൻ പറ്റുമോ? നിവൃത്തികളാണ് ഞങ്ങൾക്ക്. പക്ഷേ ഇത് കട്ടം മുടിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? ബഹുമാനപ്പെട്ട കോടതിയോട് ഞങ്ങൾ പറയുന്നു, ഉചിതമായ ഒരു തീരുമാനമെടുക്കണം. ഞങ്ങൾക്ക് സമരം ചെയ്യാൻ നിവൃത്തിയില്ല. ഭഗവാൻ അയ്യപ്പനെ തന്നെ പൊളിച്ചു നോക്കണമെന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ പൊന്നു 18 പടി പൊളിച്ചു നോക്കണമെന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല എന്നാണ് സത്യം. അതുകൊണ്ട് ഇതിന് നടപടി ഉണ്ടാവണം.
അതുപോലെ വിഗ്രഹം, നമ്മുടെ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം, അത് 24 കാരറ്റ് തങ്കത്തിൽ തന്നെ ഇപ്പോഴും ഉണ്ടോ? 24 കാരറ്റ് താഴികക്കുടം നമ്മുടെ ശ്രീകോവിൽ പാളി ദ്വാരപാലകൻ കൊച്ചുകടത്ത സ്വാമിയും വലിയ കടത്ത സ്വാമിയും വരെ കടത്തിക്കൊണ്ടുപോയി ഉരുക്കിയെടുത്തവർ. ഒരു കാര്യത്തിൽ പന്തളം കൊട്ടാരത്തിൽ ഇരിക്കുന്നു എന്നുള്ള തിരുവാഭരണത്തിൽ പോയിടൊന്നും വരില്ല എന്നുള്ള വിശ്വാസം മാത്രമേ ഈ കള്ളന്മാരുടെ അടുത്തല്ല ഇരിക്കുന്നത്. ഈ കള്ളന്മാർ പലപ്പോഴും നോക്കിയതാ. അനന്തപത്മനാഭസ്വാമിയുടെ ഭക്തരായിട്ടുള്ള തിരുവനന്തപുരംകാരെ, നിങ്ങളോട് പറഞ്ഞു ഈ സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മ്യൂസിയത്തിൽ വെക്കണം അനന്തപത്മനാഭ സ്വാമിയുടെ നിലവറയിലെ സ്വർണ്ണ കുംഭങ്ങൾ, അല്ലേ? വെച്ചിരുന്നെങ്കിലോ അതെല്ലാം ചെമ്പായനെ, അതെല്ലാം പൂച്ചായനെ. തിരുവനന്തപുരത്തെ ജനങ്ങൾ ചെറുത്ത് നിന്ന് തോൽപ്പിച്ചതാണ് സർക്കാരിന്റെ തീരുമാനത്തെ. അനന്തപത്മനാഭസ്വാമിയുടെ നിലവറ കൊള്ളയടിക്കാൻ കഴിയാതെ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ ദേവസ്വങ്ങളിലെ വിഗ്രഹങ്ങൾ, സ്വർണ്ണ വിഗ്രഹങ്ങൾ, സ്വർണത്തിന്റെ തിരുവാഭരണങ്ങൾ മുഴുവൻ കൊള്ളയടിച്ച് ഉരുക്കി വിറ്റ് പിണറായി വിജയന്റെ വയറ്റത്ത് അടിച്ചു, VN വാസവന്റെ വയറ്റത്തടിച്ചു, PS പ്രസാദിന്റെ വയറ്റത്തടിച്ചു, നമ്മുടെയെല്ലാം നെഞ്ചത്തടിച്ചു. സുഹൃത്തുക്കളെ, സംഭവിച്ച സ്വാമിജി പ്രജ്ഞാനന്ദജി മഹാരാജ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനായ ഈ ധാർമ്മിക സമരത്തിന്റെ ഉദ്ഘാടകനാണ്. സംപൂജ്യനായ സ്വാമിജിയെ കേരളത്തിലെ അയ്യപ്പ ഭക്ത സമൂഹത്തിന്റെ, ഹിന്ദു സംഘടനകളുടെ, അതുപോലെ കേരളത്തിലെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ എല്ലാ ആഗ്രഹപ്രകാരം നടക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് ധർണ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യണമെന്ന് സംപൂജ്യ സ്വാമിജിയോട് അഭ്യർത്ഥിക്കുന്നു. ഈ സെക്രട്ടേറിയറ്റ് ധർണയുടെ അധ്യക്ഷനായിട്ടുള്ളത് പന്തളം പാലസിന്റെ മുൻ സെക്രട്ടറിയും അയ്യപ്പ സേവാ സമാജത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റുമായ നാരായണവർമ്മ തിരുമനസിനെയും അതുപോലെ ആധ്യാത്മിക നേതാക്കളെയും സംപൂജ്യ സ്വാമിജിയെയും നിലവിളക്ക് കൊളുത്തി ഈ സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. സ്വാമിയേ ആനന്ദമൂർത്തിയെ, സ്വാമിയെ, വിഘ്നങ്ങൾ തീർക്കണം പൊന്നു സ്വാമിയെ, കള്ളന്മാരെ തുറുങ്കിലടയ്ക്കണം പൊന്നു സ്വാമിയെ, സ്വർണ്ണക്കൊള്ളക്കാരെ തുറുങ്കിലടയ്ക്കണം പൊന്നു സ്വാമിയെ, സ്വാമിയെ ശരണയ്യപ്പ ഹരിഹര സുതനാനന്ദ ചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയെ. ഈ സ്വർണ്ണക്കൊള്ളക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സർവ്വവിഘ്നങ്ങളും തീർത്തു തരണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളികേരമുടച്ച് ഈ സെക്രട്ടേറിയറ്റ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നു. പ്രിയ അയ്യപ്പ ഭക്തരെ, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ഹൈന്ദവ സംഘടനകളും ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും നടത്തുന്ന ഈ സെക്രട്ടേറിയറ്റ് ധർണ ആരംഭിക്കുകയാണ്. ഭദ്രദീപം കൊളുത്തി സ്വാമിജി തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ സെക്രട്ടേറിയറ്റ് ധർണയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് പന്തളം കൊട്ടാരത്തിന്റെ മുൻ പാലസ് സെക്രട്ടറി ബ്രഹ്മശ്രീ നാരായണവർമ്മ തിരുമനസാണ്. നാരായണവർമ്മ തിരുമനസിനെ ഈ ഭക്തജന പ്രതിഷേധ ധർണയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് സംപൂജ്യ ചൈതന്യാനന്ദജി മഹാരാജ, വെള്ളിമല ആശ്രമത്തിന്റെ മഠാധിപതിയാണ്. കേരളവുമായി ഏറ്റവും അടുത്ത എല്ലാ ആധ്യാത്മിക കാര്യങ്ങളിലും
വരികയും നമുക്ക് പ്രചോദനം നൽകുകയും മാർഗദർശനം ചെയ്യുകയും ചെയ്യുന്ന സംപൂജ്യ സ്വാമിജി അയ്യപ്പ സ്വാമിയുടെ തിരുവിഗ്രഹങ്ങൾ വരെ കൊള്ളയടിച്ച ആ പ്രവൃത്തികൾക്കെതിരെ ഒരു സമരം നടക്കുന്നു എന്നറിഞ്ഞ് ഈ ഭരണസ്ഥിര കേന്ദ്രത്തിന് മുമ്പിൽ ഇത്തരത്തിലുള്ള സമരങ്ങളിൽ സംഭവിച്ച സ്വാമിജി പോകാറുള്ളതല്ല. എങ്കിലും സ്വാമിജി ഇപ്പോ എത്തി ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. സംഭവിച്ച ചൈതന്യാനന്ദജി മഹാരാജ് വെള്ളിമല ആശ്രമം മഠാധിപതി അവരുടെ സ്വാമിയെ ഈ ധർണാ സമരത്തിലേക്ക് സംഘർഷം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ധർണയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ അവர்களാണ്. അദ്ദേഹം നമ്മുടെ തൊട്ട സംസ്ഥാനത്തെ ഏറ്റവും അടുത്ത ജില്ലയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. ശബരിമല ആചാര ലംഘനം നടക്കുമ്പോൾ വളരെ വേദനയോടുകൂടി പ്രതികരിക്കേണ്ടി വന്ന ഒരു കേന്ദ്രമന്ത്രിയാണ്. ആചാര ലംഘനത്തിന് സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂട്ടു ശ്രമിക്കുമ്പോൾ ഭക്തജന സമൂഹത്തെ സന്നിധാനത്തേക്ക് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും അന്നത്തെ ചില എസ്.പിമാരെ ഉപയോഗിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് യതീഷ് ചന്ദ്ര പോലെയുള്ള കാടൻ എസ്.പിമാരെ ഉപയോഗിച്ച് ശ്രമം നടത്തി. അവിടെ അയ്യപ്പ ഭക്തനായി എല്ലാ കാലവും ശബരിമലയിൽ എത്താറുള്ള വ്രതം നോറ്റ് യാതൊരു പോലീസിന്റെ അകമ്പടിയില്ലാതെ ഇരുമുടിക്കെട്ടുമായി സന്നിധാനത്തെത്തിയ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ അവരെ പോലും തടഞ്ഞു വെക്കാൻ ഒരു എസ്.പിക്ക് അധികാരം കൊടുത്തു ഈ പിണറായി വിജയൻ സർക്കാർ. അവിടെ അദ്ദേഹം സംയമനം പാലിച്ചുകൊണ്ട് സ്വാമി ശരണം വിളിച്ചുകൊണ്ടാണ് ഇതിനെ എതിരേറ്റത്. പിന്നീട് നാം കണ്ടു കേന്ദ്രത്തിൽ ഈ കാര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന പൊൻ രാധാകൃഷ്ണൻ അവരെ, പാർലമെന്റിൽ അതിനുവേണ്ടി സംസാരിക്കുന്ന പൊൻ രാധാകൃഷ്ണൻ അവരെ. ഇന്നത്തെ നമ്മുടെ ഈ സമരത്തിൽ പൊൻ രാധാകൃഷ്ണൻജിയാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ ബഹുമാനായ പ്രസിഡന്റ് ശബരിമല സ്വർണ്ണ കവർച്ചയും ഇവിടുത്തെ ദേവസ്വം ബോർഡുകളിലെ സ്വർണ്ണ കൊള്ളയുമെല്ലാം ഇന്ന് കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നുവെങ്കിൽ ശക്തമായ ഭാഷയിലൂടെ അതെല്ലാം തുറന്നു കാട്ടുവാൻ വേണ്ടി എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തുകയും എല്ലാ വിധത്തിലുള്ള ഉപാധികളും സ്വീകരിക്കുകയും ചെയ്യുന്ന ബഹുമാനായ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബു, അദ്ദേഹം ഈ വേദിയിൽ നമ്മോടൊപ്പമുണ്ട്. നമ്മളെ അഭിസംബോധന ചെയ്യുന്നുണ്ടാകും. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശബരിമല കർമ്മസമിതി ആചാര ലംഘനം നടത്തിയപ്പോൾ കേരളത്തിലെ സമുദായ സംഘടനകൾ, ആധ്യാത്മിക ആചാര്യന്മാർ, അതുപോലെ സന്യാസിവര്യന്മാർ, പ്രമുഖ വ്യക്തികൾ, പൗരപ്രമുഖർ എല്ലാവരും അടങ്ങുന്ന 1001 അംഗ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ സമരം നടത്തിയത്. ഫലം 1000-ലധികം കേസുകൾ, 1001 അംഗ സമിതി രൂപീകരിച്ചപ്പോ 1001-ലധികം കേസുകൾ എസ്.ആർ. കുമാറിന് ചാർത്തി കൊടുത്തു. അതുപോലെ ശശികല ടീച്ചർക്ക് ചാർത്തി കൊടുത്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും 100-ഉം 200-ഉം 500-ഉം എല്ലാം ചാർത്തി കൊടുത്തു. ഇന്നും ഡൽഹിയിൽ അതുപോലെ അധികാര കേന്ദ്രങ്ങളിൽ, സുപ്രീം കോടതിയിൽ, ഹൈക്കോടതിയിൽ നിയമ പോരാട്ടങ്ങളും ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അയ്യപ്പധർമ്മം സംരക്ഷിക്കുവാനുള്ള പോരാട്ടവും നടത്തുന്ന ശബരിമല കർമ്മസമിതിയുടെ ബഹുമാനായ ജനറൽ കൺവീനർ എസ്.ആർ. കുമാർ, ഏറ്റവും അവസാനമായി നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി ശബരിമലയിൽ എത്തുമ്പോൾ സന്നിധാനത്ത് വെച്ച് തന്നെ ഹൈന്ദവ സമൂഹത്തിന്റെ വിശദീകരണം രാഷ്ട്രപതിക്ക് മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി സമയം ചോദിച്ചിരിക്കുകയാണ്. ബഹുമാനായ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻജി നമ്മുടെ ഈ സമരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. എസ്.ആർ. കുമാർജി ആണ് 22-ാം തീയതി സന്നിധാനത്ത് വെച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ ഇതെല്ലാം ധരിപ്പിക്കും. അദ്ദേഹം അതിനുവേണ്ടി അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. എസ്.ആർ. കുമാർജിയെ ഈ സമരത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ്, അതുപോലെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വൈസ് പ്രസിഡന്റ് എന്നിവരെല്ലാം തന്നെ ഇവിടെ എത്തുന്നുണ്ട്. ബഹുമാന്യരായിട്ടുള്ള സമുദായ നേതാക്കൾ, ഏതാണ്ട് 100ഓളം സമുദായ നേതാക്കൾ ഇന്ന് ഈ പന്തലിലെത്തും. ഇപ്പോൾ എത്തിയിട്ടുള്ള ബഹുമാന്യർ ജഗത് രാജൻ സാർ, ഷാജി പയ്യന്നൂർ സാർ, സുബീർ പി സാർ, വി.എൻ. സോമൻ സാർ, രാമചന്ദ്രൻ പത്തപ്പുടി സമുദായൻ സാർ, പി. ഗോപാലകൃഷ്ണൻ അവർ, ബാബു കരമന, ജയശ്രീ അയ്യപ്പ സേവാ സമാജം, ശംഖുമുഖം രാധാകൃഷ്ണൻ, കൃഷ്ണകുമാർ,
BK വിശ്വനാഥൻ വിശ്വമപ്പ സംഘടന ഹിന്ദു സംഘടനാ നേതാവ്, സുബിൻ വി അനിരുദ്ധൻ ഐക്യ മലയേറിയ മഹാസഭ, ജയമോഹൻ വിരാട് സമസ്ത വിശ്വകർമ്മ സഭ, അശോക് കുമാർ വീരശൈവ സഭ, BP വാവാസ KPMS സംസ്ഥാന പ്രസിഡന്റ്, നിരവധിയായ ആളുകൾ, ഏതാണ്ട് 60ഓളം ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. പാച്ചല്ലൂർ ശ്രീനിവാസൻ സാർ, അതുപോലെ നൂറോളം സമുദായ സംഘടനകളെത്തും. അടുത്ത കാലാംശങ്ങളിൽ അത് പരിചയപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ സ്വാഗതം വളരെ കൂടുതൽ നീണ്ടുപോകാതെ പോകുന്നതിന് വേണ്ടി ഈ മുഴുവൻ സമുദായ സംഘടനാ നേതാക്കളെയും ഞാൻ ഈ സെക്രട്ടേറിയറ്റ് ധർണയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ അഡ്വക്കേറ്റ് ജയൻ ചെറുവള്ളിൽ, GK സുരേഷ് ബാബു സാർ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ബഹുമാനായ എത്തിയിട്ടുണ്ട്. അതുപോലെ മാധ്യമ സുഹൃത്തുക്കൾ നേരായി തന്നെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ശബരിമല ക്ഷേത്രക്കൊള്ള, ദേവസ്വം ബോർഡിലെ സ്വർണ്ണക്കൊള്ള നേരായ രീതിയിൽ തന്നെ ഇന്നും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഈ ധാർമ്മിക സമരത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ മുഴുവൻ ഭക്തജനങ്ങളെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി ബ്രഹ്മശ്രീ നാരായണവർമ്മ തിരുമനസിനെ, പന്തളം പാലസിന്റെ സെക്രട്ടറി, ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രസിഡന്റ് അവരുടെ ക്ഷണിക്കുക. സ്വാമിയേ ശരണമയ്യപ്പ. ബഹുമാന്യ പൂജനീയ സ്വാമിജി, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഹൈന്ദവ സംഘടനാ നേതാക്കളെ, സാമുദായിക സംഘടനാ നേതാക്കന്മാരെ, അതുപോലെ ഭക്തജനങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, ഇന്ന് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം, ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമുക്കറിയാം, ശബരിമലയില് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം നടന്നിട്ട് ഇന്ന് ഒരു കഴിഞ്ഞ സർക്കാരിന്റെ കാലം തൊട്ട്, ഈ ഇടതുപക്ഷ സർക്കാർ കാലം വന്ന ശേഷം, കേരളത്തിൽ ഭരണത്തിൽ വന്ന ശേഷം ഉള്ള ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര സ്വത്തുക്കളും സ്വർണവും എല്ലാം കടം വെട്ട് നടത്തുന്നതാണ് ഇപ്പോൾ അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് 2019 തൊട്ട് ശബരിമലയിൽ നമ്മൾ കാണുന്നത്. കോടിക്കണക്കിന് സ്വർണം, അതിന് ഭക്തജനങ്ങൾ അവരുടെ പ്രാർത്ഥനയോട് സമർപ്പിച്ച സ്വർണം, അത് മുഴുവനും ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളും അതുപോലെ കൊള്ളക്കാരായ ദേവസ്വം ഭരണാധികാരികളും അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അതെല്ലാം തന്നെ ഓരോ ദിവസവും ഇത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇപ്പം ഒരു വിശദമായ അന്വേഷണം ഇപ്പൊ കോടതി, ബഹുമാന്യമായ ഹൈക്കോടതി ഇടപെട്ട് അത് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അത് മാത്രം പോരാ. ഇതിന്റെ പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും ഭക്തജനങ്ങളെ അറിയിക്കണം. അതിനുവേണ്ടി കേന്ദ്ര ഏജൻസി CBI അന്വേഷണം വേണം. മാത്രമല്ല, ഈ ഇവര് ആരോപണ വിധേയരായ എല്ലാവരെയും തന്നെ ദേവസ്വം ബോർഡ് അതേപടി പിരിച്ചുവിടുകയും ഭക്തജനങ്ങളെ, ഈ ആരാധനാലയങ്ങളെല്ലാം ഭക്തജനങ്ങളെ അത് ഏൽപ്പിക്കുകയും വേണം. മാത്രമല്ല, ഇതിന് പങ്കുപറ്റിയ മന്ത്രിയുണ്ട്, ദേവസ്വം മന്ത്രിമാരുണ്ട്, അവരെല്ലാം പ്രസിഡന്റുമാരുണ്ട്, അംഗങ്ങളുണ്ട്. ഇവരെ എല്ലാം തന്നെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം. അവരെ വേണ്ട രീതിയിൽ വേണ്ട ശിക്ഷ നൽകുകയും ചെയ്യണം. ഭഗവാന്റെ സ്വത്ത് ഭക്തജനങ്ങളാണ് സംരക്ഷിക്കേണ്ടത്, അല്ലാതെ ഈ കള്ളന്മാരായ ദേവസ്വം അധികാരികളില്ല. നമുക്കറിയാം, 1949 തിരുവിതാംകൂർ കൊച്ചി വന്നപ്പോൾ ഗവൺമെന്റില് ഒരു വ്യവസ്ഥ ചെയ്തു. അന്നത്തെ പൊന്നുതമ്പുരാൻ, തിരുവിതാംകൂറിന്റെ പൊന്നുതമ്പുരാൻ ക്ഷേത്രം, ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പ്രത്യേകം വെച്ചതുകൊണ്ട് ഇവർക്കത് കൈകടത്താൻ പറ്റിയില്ല. അന്ന് അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണമാണ് ഈ പത്മനാഭസ്വാമിയെ രക്ഷപ്പെടുത്തിയത്. സത്യം പറയുകയാണെങ്കിൽ, എങ്ങനെയാണോ അന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ നമ്മുടെ ക്ഷേത്രങ്ങൾ ഭരിച്ചത്, അതിൽ നിന്നെല്ലാം എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം അഴിമതികളാണ് ഈ എല്ലാ ദേവസ്വത്തിന്റെ ഭരണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു മാറ്റം വരണം. അതിന് നമ്മൾ ഭക്തജനങ്ങൾ, ശരിക്കും ഹൈന്ദവ സമൂഹമാണ് ഒരുമിച്ച് നിന്ന് ഈ ക്ഷേത്ര വിമോചനം തന്നെ, ക്ഷേത്രഭരണം നേടിയെടുക്കുന്നതിന് വേണ്ടി വന്നാൽ ഒരു വിമോചന സംരംഭം നമുക്ക് ആരംഭിക്കാനുള്ള സമയം അതിക്രമിച്ചു പോയി. അതുകൊണ്ട് ശക്തമായ ഒരു പ്രതിഷേധം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും വേണ്ട രീതിയിൽ
അതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, ഇന്ന് ഈ ദേവസ്വത്തിന്റെ എല്ലാം ഓഡിറ്റ് റിപ്പോർട്ടിലൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വൈക്കത്തപ്പന്റെയും അതുപോലെ എല്ലാ മേജർ ക്ഷേത്രങ്ങളുടെയും സ്വർണ്ണങ്ങൾ ഇപ്പോൾ ഈ സ്വർണ്ണങ്ങളുണ്ടോ അതെല്ലാം ചെമ്പായി തീർന്നോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഈ പ്രതിഷേധ ധർണ വേണ്ട രീതിയിൽ അത് അധികാരികളെ കണ്ണു തുറപ്പിക്കുകയും നിയമത്തിന്റെ വഴിയിൽ ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള ആദ്യത്തെ ഒരു ഹൈന്ദവ കൂട്ടായ്മയായിട്ട് ഇത് മുന്നോട്ട് പോകുവാൻ വേണ്ടി ഭഗവാൻ അയ്യപ്പൻ എല്ലാ അനുഗ്രഹവും ചൊരിയുമെന്നുള്ളത് തീർച്ചയാണ്. 2018 ഒക്ടോബർ 13 നമ്മളിവിടെ ഭഗവാന്റെ ആചാരങ്ങൾ സംരക്ഷിക്കുവാൻ ഇവിടെ ഒത്തുകൂടി. അന്ന് നാം ഇവിടെ കൂടി ആ ഒരു കൂട്ടായ്മ അതിന്നും സുപ്രീം കോടതി ഉണ്ടെങ്കിലും നമ്മൾ ഒരു പരിധി വരെ അത് വിജയിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അതുപോലെ തീർച്ചയായിട്ടും ഈ കൊള്ളക്കാരെ, ഈ കൊള്ള സംഘത്തെ അടിച്ചു പുറത്താക്കി പമ്പ നടത്തി ചാണകൻ തളിച്ച് ശുദ്ധമാക്കാൻ സമയമായി എന്ന് പ്രഖ്യാപിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഭഗവാന്റെ എല്ലാ മംഗളങ്ങളും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും യഥാർത്ഥ ഭക്തരായ നമുക്കുണ്ടാവും, നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ യോഗത്തിന്റെ അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സ്വാമിജി സംസാരിക്കാനായിട്ട് ബഹുമാനായ പൂജനീയ സ്വാമിജിയെ ഞാൻ ക്ഷണിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः। स्वामिये स्वामिये स्वामिये. നമ്മളിവിടെ ശബരിമല ക്ഷേത്രത്തിൽ നടന്ന അഴിമതിക്കായി ധർണ ചെയ്യാൻ നമ്മൾ കൂടിയിരിക്കുകയാണ്. ക്ഷേത്രത്തിനെ ഇപ്പോൾ പരിപാലിക്കുന്നത് ദേവസ്വം ബോർഡ്, അത് അരസാംഗത്തിന്റെ കീഴാണ്. ഗവൺമെന്റ് ഗവൺമെന്റ് നയിക്കുന്നത് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷേ അവര് പരിപാലിക്കുന്നെങ്കിലും യജമാന്മാര് ജനങ്ങളാണ്. ജനങ്ങൾ ശരിയായിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ശരിയായിരിക്കും, രാഷ്ട്രീയ പാർട്ടി ശരിയായിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ശരിയായി പോകും. ഇപ്പൊ നമ്മൾ ശരിയായിട്ടില്ല എന്നുള്ളതാ ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഞങ്ങൾ സാധാരണ അവിടെ പറയാറുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് രാവണൻ നല്ലവനോ അല്ലെങ്കിൽ രാമൻ നല്ലവനോ എന്ന് ചോദിച്ചാൽ രാവണൻ നല്ലവെന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കള്ള കൊണ്ടിടാൻ 10 കൈയുണ്ട്, അതുകൊണ്ട് രാവണൻ നല്ലവെന്ന് പറയും. അതുപോലെ പാണ്ഡവന്മാർ നല്ലവരോ അല്ലെങ്കിൽ കൗരവന്മാർ നല്ലവരോ എന്ന് ചോദിച്ചാൽ അവരെന്താ പറയും? കൗരവന്മാർ നല്ലവരെന്ന് പറയും. എന്തുകൊണ്ടാ? അവിടെ 100 വോട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കിവിടെ ഇവര് 5 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവര് തന്നെ ശരിയെന്ന് പറയും. പക്ഷെ നമ്മൾ ജനങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഞാൻ ഇന്നലെ സ്വാമിയോട് സംസാരിച്ചിരുന്നു. രാവിലെ സ്വാമി ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നു. അപ്പൊ സ്വാമിയോട് സംസാരിച്ചു പറഞ്ഞു, എത്ര ഇവിടെ ഹിന്ദുക്കളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കേരളത്തിൽ 40% ഉണ്ടാന്ന് പറഞ്ഞു. പക്ഷെ 40%ത്തിൽ ഹിന്ദുക്കളായിട്ട് എത്ര പേരുണ്ട്, ജന്തുക്കളായിട്ട് എത്ര പേരുണ്ടെന്നുള്ള കാര്യമാണ് ഓർമ്മിക്കണത്. ഇപ്പൊ ഹിന്ദുക്കളെ കാട്ടിലും ജന്തുക്കൾ കൂടിപ്പോയി. ഹിന്ദു എന്നുള്ള ഉണർവില്ലാതെ ആൾക്കാർ കൂടിപ്പോയി. ജാതിയിലോട്ട് പോകുന്നു അല്ലെങ്കിൽ പാർട്ടിയിലോട്ട് പോകുന്നു. ഞങ്ങൾ എന്താ പറയുന്നു എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും നീ ഏത് ജാതിയിൽ വേണമായിരുന്നോ ഏത് പാർട്ടിയിൽ വേണമായിരുന്നോ, പക്ഷേ ഹിന്ദു എന്നുള്ളത് ആദ്യം നിൽക്കണം. നീ അവിടെ ഞങ്ങൾ പറയുമ്പോൾ പറഞ്ഞു, ഇവിടെയുള്ള ജാതിയൊക്കെ എനിക്ക് ശരിക്കും അറിയില്ല, അതുകൊണ്ട് അവിടെ നാടാർ ഹിന്ദു ആയിട്ടിരിക്കാൻ പാടില്ല, നായർ ഹിന്ദു ആയിട്ടിരിക്കാൻ പാടില്ല, ബ്രാഹ്മണ ഹിന്ദു ആയിട്ടിരിക്കാൻ പാടില്ല. പക്ഷെ എങ്ങനെ ഇരിക്കണം? ഹിന്ദു നാടാറായിട്ടിരിക്കണം, ഹിന്ദു നായരായിട്ടിരിക്കണം, ഹിന്ദു ബ്രാഹ്മണനായിട്ടിരിക്കണം. അതുപോലെ തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഇരുന്നോ അത് പ്രശ്നമില്ല, പക്ഷെ ഹിന്ദു ആയിട്ടിരിക്കണം. നീ BJP ഹിന്ദു ആയിരിക്കാൻ പാടില്ല, ഹിന്ദു BJP ആയിട്ടിരിക്കണം.
ഈ കോൺഗ്രസ് ഹിന്ദു ആയിട്ടിരിക്കാൻ പാടില്ല, ഹിന്ദു കോൺഗ്രസ് ആയിട്ടിരിക്കണം. ഇത് അവർ ചെയ്യുന്നല്ലോ, മാറ്റുമാറ്റാൻ ചെയ്യുന്നല്ലോ. അവരുടെ പാർട്ടിയിൽ എത്ര നേതാവായിരുന്നാലും അവരുടെ മതത്തിന് ഇടിവായിട്ട് എന്തെങ്കിലും ചെയ്ത് അവർ വിടുവോ? അവർ വിടില്ല. അപ്പൊ അവർക്ക് ആ ഉണർവുണ്ട് അവരുടെ മതത്തിനെ കുറിച്ച്. നമുക്കതുണ്ടോ? ഇല്ല. ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നു. ഹിന്ദുവായിട്ടില്ല, ഹിന്ദു ജന്തുവായിട്ടുണ്ട്. അതാണ് നമുക്കിത് പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ RSS 100 കൊല്ലമായി. അപ്പോ നമ്മുടെ സത്യവിചാരം എന്താ വിചാരിച്ചു, എന്തിനു തുടങ്ങി? അപ്പൊ സ്വതന്ത്ര സമരം നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്തിനു തുടങ്ങി? ഈ സമരം എത്ര സമരം നടക്കുന്നു, കാര്യം വന്നു, നമ്മൾ ആ സമരത്തിനുള്ള കാര്യം ജയിക്കുന്നു, അങ്ങനെ ഒவ்வொரு കാര്യം അപ്പോൾ ജയിക്കുന്നുണ്ട്. അത് പോരാ. അപ്പൊ എന്ത് ചെയ്യണമെന്നോ സംഘം തുടങ്ങിയത്. ആ സംഘം തുടങ്ങി ഇന്ന് വിജയിച്ചിരിക്കുന്നു. ഇന്ന് വിജയിച്ചിരിക്കുന്നു. നമുക്ക് ഹോപ്പ് വന്നിരിക്കുന്നു. നമ്മൾ എല്ലാവരും ഒന്നക്കെട്ടായിട്ട് നിന്നാൽ സാധിക്കാമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കേരളത്തിലുള്ള എല്ലാ ഹിന്ദുക്കളെയും ഒറ്റുമയാക്കി ഒന്ന് ചേർത്ത് ഐക്യം ഉണ്ടാക്കി ഹിന്ദു ഐക്യവേദി മൂലമായിട്ട് എല്ലാവരും ഐക്യമായിട്ട് ഒന്നുപെട്ട് നിൽക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആയിട്ട് കോൺഗ്രസ് ആയിട്ട് ആരായിരുന്നാലും ശരി അവരൊക്കെ പറയും. ഞങ്ങൾ അവിടെ പറയാറുണ്ട് TMK എല്ലാരെയും. അപ്പൊ TMK അദ്ദേഹം പറഞ്ഞു CM ഉപമുഖ്യമന്ത്രി പറഞ്ഞു സനാതനത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. സനാതനത്തെ ഇല്ലാതാക്കും. സനാതനം പറഞ്ഞാല് അത് എന്നുള്ളതെന്ന അർത്ഥം അത് അറിയാത്തതുകൊണ്ട് അവർ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു? പിന്നീട് പറഞ്ഞു സനാതന സമൂഹ നീതി, ജാതി പ്രശ്നം. നമ്മുടെ ഹിന്ദുമതത്തിൽ ജാതി ഉണ്ടോ? ഏത് ശാസ്ത്രത്തിലുണ്ട്? ഒരു ശാസ്ത്രത്തിലുമില്ല. വേദത്തിലില്ല, ഉപനിഷത്തിലില്ല, പുരാണങ്ങളിലില്ല. എവിടെയും ജാതി കുറിച്ച് പറഞ്ഞിട്ടില്ല. വർണ്ണം പറയുന്നുണ്ട്, 4 വർണ്ണം പറയുന്നുണ്ട്. ആ വർണ്ണവും ജനനത്താലല്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഈ ഹിന്ദു ഓരോരുത്തരും ഇത് മനസ്സിലാക്കണം. ഹിന്ദുവിൽ ജാതി പറഞ്ഞിട്ടില്ല, ഹിന്ദുവിൽ വർണ്ണം മാത്രമേ പറഞ്ഞിട്ടുണ്ട്. അത് ജനനത്താലില്ല, ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ ഒന്ന് ചേർന്ന് നിൽക്കാൻ പറ്റും. ഹിന്ദുക്കൾ ഐക്യം വരികയാണെങ്കിൽ ഈ പാർട്ടിക്കാരുടെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പറയും ഞാൻ ജനിച്ചപ്പോ തന്നെ സ്വയംസേവകായിരുന്നു. ഞാൻ ജനിച്ചപ്പോ എന്തുകൊണ്ട് നമ്മൾ ഐക്യം വന്നാൽ ഈ ഐക്യം വരണം. അതിന് നമ്മളൊക്കെ ശ്രമിക്കണം. ആ ശ്രമം കൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ആക്ഷനിൽ വന്നാലും ഭരണത്തിൽ വന്നാലും അവരൊക്കെ നമ്മുടെ ഹിന്ദുവിനെ തൊടാൻ പേടിക്കണം. ആ സ്ഥിതി നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ഒவ்வொரு സംഘടനയും ശ്രമിക്കണം. അത് ചെയ്യണം. അയ്യപ്പന്റെ അറിവുകൊണ്ട് അത് നടക്കും. മുമ്പ് അയ്യപ്പന്റെ ക്ഷേത്രം തീ വെച്ചപ്പോ എന്താ പറഞ്ഞു? ഒരു ക്ഷേത്രം പോയാൽ എന്ത് അത്ര മണ്ടത്തനം കുറയുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തായി? ഒരു മകൻ പോയാൽ എന്ത് അരിവിൽ അത്ര കുറയും നമ്മൾ പറയാൻ ഇടയായി. അതുപോലെ ഇതും ഇടയാകും. രാഷ്ട്രീയ പാർട്ടി ഇതിന് നമുക്ക് അവർ ഉത്തരം പറഞ്ഞേ ആകണം. നാം എല്ലാവരും ഐക്യമാകണം. അതിന് ഈ സന്ദർഭം വഴിവെക്കട്ടെ, അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ധർണയെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ഈ സമരത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ എത്തിയിട്ടുണ്ട്. അതുപോലെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി അവർ, അതുപോലെ ബ്രാഹ്മണ സഭയുടെ ബഹുമാനായ പ്രസിഡന്റ് H. ഗണേഷ് ജി, ഐക്യവേദിയുടെ ബഹുമാനായ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ സാർ, അതുപോലെ പ്രജാപതി ഉപസഭയുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി നെടുവത്തൂർ സുന്ദരേശൻ, മറ്റു നേതാക്കൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനവരെ ഓരോ കാലാംശത്തിലും പരിചയപ്പെടുത്തിക്കോളാം. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനായ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ ജി അവരുടെ സാദരം ക്ഷണിക്കുക. അയ്യപ്പന് മഹിമയെ കാക്കുന്ന ഹൈറിൽ
ஐக்கியவேதிகளுடைய சார்பிலே நடத்தப்படுகின்ற இந்த அறப்போராட்டத்திற்கு தலைமையாக எடுத்துக் கொண்டிருக்கின்ற தலைவர்களுக்கும் ஏனைய பெரியவர்களுக்கும் சுவாமியோட பாடலுக்கும் என்னுடைய வழக்கத்தை தெரிவித்துக் கொள்கிறேன். மரியாதைக்குரிய சுவாமிஜி அவர்கள் தமிழ்நாட்டைச் சேர்ந்தவர், எங்க ஊரில் அவங்க. சுவாமிஜி அவர்கள் மிக மலையாளத்தில் பேசியிருக்கிறோம். 56 தொடர்ச்சி அது முன்பு ഇവിടെ ഉണ്ടായിരുന്നു. இப்ப சுவாமிகளுடைய ஆன்மீக ஆளுமை என்பது கன்னியாகுமரி மாவட்டத்தை தாண்டி தமிழகம் முழுவதும் வரக்கூடிய அளவுக்கும் கேரளத்தினுடைய பல பகுதிகளுக்கு வரக்கூடிய அளவுக்கும் இறைவன் அருள்கூட்டி இருக்கின்றார். இந்த போராட்டத்தினுடைய மிக முக்கியமான அம்சம் என்ன? 2 விஷயங்கள் கேரளத்துடைய முதலமைச்சர் மரியாதைக்குரிய பினராயி அவர்களை பற்றி நாம் கவனித்திருக்கின்றோம். அவருக்கு மிகவும் பிடித்தமானது, அவருக்கு கொஞ்சமும் பிடிக்காதது. அவருக்கு கொஞ்சமும் பிடிக்காதது ஐயப்பன், சபரிமலை, ஆன்மீகம். அவருக்கு ரொம்ப பிடிச்சது சொர்ணம். சொர்ணத்துக்கு மேல அவருக்கு இருக்கக்கூடிய பற்று இதுவரைக்கும் உலகத்தில் யாருக்கும் இருந்திருக்க முடியாது. உண்மை நன்றாகவே தெரியும். 2020ஆம் ஆண்டு துவங்கி அரபு நாடுகளில் இருந்து அரசு அதிகாரிகள் மூலமாக தங்கம் கடத்தப்பட்ட விஷயங்கள், அது எந்த அளவுக்கு மிக கேவலமான முறையில் முதலமைச்சரை பற்றி வெளிக்கொண்டு வந்திருக்கிறது என்பதெல்லாம் உங்களுக்கு தெரியும். அதுக்குள்ள இப்ப நாம போக வேண்டாம். எப்படி சபரிமலை அவருக்கு பிடிக்காத போது 1939ஆம் வருஷம் டிசம்பர் மாதம் 31ஆம் தேதி கேரளத்திலே கம்யூனிஸ்ட் கட்சி ஆரம்பிக்கப்படுகிறது. 39 பினராயி விஜயன் பிறந்தது 45. 35ல பினராயில தான் மாநாடு நடத்தி முதல் மாநாட்டில நடத்தி இங்க கட்சி ஆரம்பிக்கிறாங்க. 1950ல மே மாதம் 20ஆம் தேதி சபரிமலையிலே ஆலய தரிசனங்கள் எல்லாம் முடிந்து ஆலயத்தை கூட்டும் போது எல்லா பக்த ஜனங்களும் கூட இருக்கிறாங்க. எல்லாருக்குமே தெரியுது பாதுகாப்பான முறையில் பூட்டப்பட்டிருக்கிறது என்று சொல்லி கோயிலை சாதிட்டு வந்துட்டாங்க. இது 1950 ஜனவரி மாதம் மே மாதம் 20ஆம் தேதி. மே மாதம் 23ஆம் தேதி ஆலயம் எரிகிறது என்று சொல்லி அதற்கு ஒரு மலைவாரி மக்கள் வனவாசிகள் பார்க்கிறாங்க. அப்ப கொல்லத்தில் உள்ள டிஎஸ்பி அவருக்கு அந்த பொறுப்பு கொடுக்கிறாங்க, விசாரிக்கிறது. 1 மாதம் கழித்து ஜூன் மாதம் 20ஆம் தேதி 1950 அந்த கோயிலில் போய் பார்க்கிறாங்க. கோவிலுடைய நடையை வெட்டி பிளந்து 15 தடவை வெட்டிருக்காங்க. வெட்டில மட்டும் கிடையாது, உள்ளால போய் சுவாமிஜியுடைய உருவத்தை, பிம்பத்தை, விக்கிரகத்தை பல துண்டாக உடைக்கிறார்கள். சுவாமி ஐயப்பனுடைய பிம்பத்தை உடைக்கிறார்கள். இதெல்லாம் ஜூன் மாசம் 20ஆம் தேதி அந்த டிஎஸ்பி பார்க்கிறாரு. அப்புறம் டிஐஜினுடைய இன்குவரி போடுறாங்க.
ஒரு அருமை பெரியவர்களே, அந்த வழக்கில் தெரிவு இல்லை. யார் செய்தாங்க தெரியாது, யார் செய்தாங்க தெரியாது. ஆகையினால அந்த வழக்கு ஒண்ணு இல்லாம கொண்டிருந்து 1994 நம்முடைய சதானந்தன் மாஸ்டர் அவர்கள் வெட்டப்படுகின்றார்கள். அவருடைய கால்கள் துண்டாடப்படுகின்றது. இப்ப ஏராளமான இந்திய இயக்க சகோதரர்கள் இங்கு கொல்லப்பட்டிருக்கின்றார்கள். என்னுடைய வேண்டுதல், இந்த வழக்கினை சிபிஐ எடுத்து நடத்தும் போது இப்போதுள்ள நிலையை மட்டும் பார்க்காமல் 1950 எப்படி அந்த ஆலயம் எரிக்கப்பட்டது, அந்த ஆயுதம் தடையில்லைன்னு சொன்னா சதானந்த மாஸ்டர் வெட்டின அந்த ஆயுதம் அதே போல அன்னைக்கும் பயன்படுத்தியிருக்க முடியும். ஆகவே இதெல்லாம் கிளப்பங்களை ஒரு விசாரணை நடத்துவது சரியாக இருக்கிறது நான் கருதுகின்றேன். இது இன்னொரு விஷயத்தை நான் சொல்ல விரும்புகின்றேன். இப்ப ஐயப்பனுடைய ஆலயத்தில் இருந்த கவசங்கள் 1998 அறிவிக்கப்பட்ட கவசம், துவாரபாலகர்களுடைய கவசம், அதை ரிப்பேருக்காக அனுப்புறாங்க. ரிப்பேருக்காக அனுப்பும் போது எவ்வளவு வெயிட் சரியாக இருந்ததுன்னு சொல்லிட்டு கணக்கு இல்லை. ஆனால் விஜய் மல்லையா அவர்கள் கொடுத்த போது ஏறக்குறைய 30.5 கிலோ தங்கமும் 1900 கிலோ காப்பரும் அது இருந்தது. அதை வெயிட் போட்டு பார்க்கும்போது திரும்பி வரும்போது 4.5 கிலோ காய்ந்த. இன்னைக்கு நாம் எடுத்துக்கக்கூடிய பிரச்சனை. இப்போ உன்னிகிருஷ்ணன் போற்றி சொன்ன ஐயப்பன் சுவாமி அவருக்கு பிடிக்காது. ஆனா உன்னிகிருஷ்ணன் போற்றியை ரொம்ப பிடிச்சது. எல்லா இடங்களிலும் அவருடைய படங்கள் எல்லாம் காமிக்கிறாங்க. இந்த விசாரணை நடத்தும் போது தயவு செய்து அரசாங்கம் ஒன்றை மனதில் வைத்துக் கொள்ள வேண்டும். இதை ஒரு ஆலயத்திற்கு மட்டும், ஒரு ஐயப்பன் கோயிலுக்கு மட்டும் சொந்தமான பிரச்சனை இல்லை. கன்னியாகுமரி மாவட்டம் 1956 வரைக்கும் கேரளத்தோடு இருந்த ஒரு பகுதி. திருவாரூர் சமஸ்தானத்தினுடைய தலைநகரம் பத்மாபுரம். பக்கத்தில் இருக்கக்கூடிய பத்மாபுரம் தான் அன்னைக்கு தலைநகரம். அன்னைக்கு ராஜ குடும்பத்திற்கும் சரி, மக்களுக்கும் சரி, புகழ்பெற்ற ஆலயமாக இருந்து திருவட்டார் ஆதிகேந்திர பெருமாளுடைய ஆலயம். இந்த ஆலயத்தில் இருக்கக்கூடிய பத்மநாப சுவாமியுடைய வைர பீடம், தேனூர் தங்கம், உடம்பு முழுக்க பொருளத்தால கவசம் போட்டுக்கிறாங்க. 1974 இருந்து சுரண்ட ஆரம்பிச்சிருக்காங்க. 74 சுரண்ட ஆரம்பிச்சிருக்காங்க. 1990-91 இது வெளிவருது. இதை விசாரிப்பதற்காக சிபிசிஐடி அன்றைய முதலமைச்சர் மரியாதைக்குரிய ஜெயலலிதா அவர்கள் கொடுக்கின்றார்கள். சிபிசிஐடி வழக்கு 35 பேர் மீது வழக்கு. எத்தனை பேரு? 35 பேர் மீது வழக்கு. 92 போடப்பட்ட வழக்கு ஒரு வாரத்துக்கு முன்னாடி ஜட்ஜ்மெண்ட் ஆயிருக்குது. ஒரு வாரத்துக்கு முன்னாடி இதுல ஏறக்குறைய 23 பேர் மரணம் அடைந்து விடுகிறார்கள். சூசைட் பண்ணவங்க தானா முன் வந்து நாங்க எடுத்துட்டோம் சொல்லி கொடுத்தவர்கள் 4 கிலோ தங்கம் கொடுத்திருக்கிறாங்க. ஏறக்குறைய 7 கிலோ தங்கம் மட்டும், வைரத்தை பற்றி நாங்க சொல்ல எல்லாம் களவு போயிருக்குது.
இப்ப போன வாரம் கொடுத்திருக்கக்கூடிய ஜட்ஜ்மெண்ட் என்ன தெரியுமா? 18 பேர் விடுவிக்கப்படுகின்றார்கள். 18 பேர் விடுவிக்கப்படுகின்றார்கள். என்ன காரணத்தை சொல்லியிருக்காங்க? அரசாங்கம் தெளிவான சாட்சிகளை கொடுக்காத காரணத்தால் இந்த வழக்கு நிரூபிக்கப்படாமல் இருக்கின்ற காரணத்தால் அவ்வளவு பேரும் விடுதலை பண்றாங்க. 18 பேர் விடுதலை பண்றாங்க. இப்ப சதானந்தம் வாசுவோட கேஸ் வரும். 94 நடந்தது. இப்போ இந்த வருஷம் ஒரு ஜட்ஜ்மெண்ட் கொடுத்திருக்கிறாங்க. என்ன ஜட்ஜ்மெண்ட்? 7 ஆண்டுகள் சிறை தண்டனை. இந்த காலையில் இழந்தவருக்கு 94 போடப்பட்ட வழக்கு. அந்த கேஸ் ஜட்ஜ்மெண்ட் இப்ப வருது 7 ஆண்டுகள். அப்ப இடைப்பட்ட எத்தனை வருஷம் முயற்சிக்கிட்டு இருக்கிறோம்? எத்தனை ஆண்டுகள் சிபிஎம் குண்டர்களுக்கு இவர்கள் ஆதரவாக நின்றிருக்கின்றார்கள்? அது இந்த பினராயி விஜயன் அவர்களுக்கு தெரியாதா? இவருக்கு ஜட்ஜ்மெண்ட் வந்து வழி அனுப்புறாங்க. வழி அனுப்புறதுக்கு ஒரு எம்எல்ஏ போயிருக்கிறாங்க. சிபிஎம் எம்எல்ஏ இந்த ஜெயிலுக்கு போகக்கூடிய வழி அனுப்புறதுக்கு போயிருக்காங்க. நான் என்ன நினைக்கிறேன், இது சரியான ஒன்று. அதெல்லாம் கொஞ்சம் எரிச்சல் வரலாம். ஆனா சரியான ஒன்று என்னன்னா, 4 மாசம் கழிச்சு கேரளத்தில் ஆட்சி மாற்றம் வரும்போது இங்க இருக்கக்கூடிய ஆளுகின்ற பல பேர் சிறைக்கு போகக்கூடிய நிலை வரும்போது இந்த 7 பேர் அங்கே வரவேற்பதற்கு தயாராக இருக்க வேண்டும். அதை நினைச்சுதான் இவங்க எல்லாம் பண்ணிட்டு இருக்கிறாங்க. ராமேஸ்வரர்களே, இது சாதாரண ஒரு விஷயம் இல்லை. ஐயப்பன் கேரளத்திற்கு மட்டும் சொந்தமானவர் இல்லை. எங்கள் குடும்ப தெய்வம், எங்கள் குடும்ப தெய்வம். 1960களில் இருந்து துவங்கி தொடர்ந்து சபரிமலைக்கு நான் வந்துட்டு வருகிறேன். என்னுடைய தகப்பனார் அதுக்கு முன்னாடி பல ஆண்டுகளுக்கு முன்பாகவே சபரிமலைக்கு வந்துட்டு வருகிறேன். என்னுடைய குடும்ப தெய்வம் சபரிமலை ஐயப்பன். இன்னைக்கு அவருடைய உடம்பில் இருக்கக்கூடிய, அவருடைய கோரபாலனுடைய உடம்பில் இருக்கக்கூடிய அந்த சொர்ணம் களவாடப்பட்டிருக்கிறது என்று சொன்னால் அதற்கு பதில் சொல்ல வேண்டியது இந்த முதலமைச்சர் பினராயி விஜயனுடைய கடமை. வெள்ளை அறிக்கைகள் கொடுத்தாக வேண்டும். அதற்கான பொறுப்பினை அவர்கள் ஏற்றாக வேண்டும். எஸ்ஐடி ஒன்று போட்டு ஹைகோர்ட்டினுடைய இதெல்லாம் எனக்கு திருப்தி கிடையாது. கேரளத்தில் நீங்க நினைக்கிறீங்க, I am not at all satisfied with the SIT formed by the court. CBI விசாரிக்க வேண்டும். இந்த வழக்கை CBI எடுத்து விசாரிக்க வேண்டும். தகுந்த தண்டனையை இந்த பினராயி விஜயன் அனுபவிக்க வேண்டும். அவருடைய கட்சியை சேர்ந்தவர்கள் அனுபவிக்க வேண்டும். அப்படி வந்தால்தான் ஐயப்பனாக இருக்கிறார் என்று சொல்லி நான் கருத முடியும். தெய்வத்திற்கு குற்றம் என்று சொன்னால், தெய்வத்தை குற்றவாக்குவோம் என்று சொன்னால், அந்த குற்றத்தை செய்தவர் யாராக இருந்தாலும் அவர்கள் அதற்கான பதிலை சொல்லியாக வேண்டும். அதேபோல கர்நாடகத்தை சேர்ந்தவர்கள், ஆந்திராவை சேர்ந்தவர்கள் எல்லாருமே இந்த சமர்வேல் சொன்னா அவ்வளவு ஒரு அந்த அளவுக்கு விரதப்படுத்தி எந்த கோயிலுக்கும் போறது கிடையாது. திருப்பதி போகணும்னா நினைச்சா திருப்பதி போகணும், மீனாட்சி கோயிலுக்கு போனா நினைச்சா பொறுமை. சபரிமலைக்கு போனா 41 நாள் விரதம் இருந்து இருமுடி கட்டி 18 படி மிதித்து நான் போனாதான் அது சபரிமலை தரிசனம். ஆக நம்முடைய ஐக்கிய போராட்டம் கேரளத்தை மட்டும் மையமாக வைத்து தவறு செய்து நீங்கள் செய்ய வேண்டாம். இது உங்களுடைய பிரச்சனை அல்ல.
ஒட்டுமொத்த கோடிக்கணக்கான ஐயப்ப பக்தருடைய பிரச்சனை, நாடு முழுக்க இருக்கக்கூடிய ஐயப்ப பக்தருடைய பிரச்சனை. நீங்கள் அழைத்தால் எல்லா மாநிலங்களிலும் இருந்து நீங்கள் திறந்து வந்து போராடுவதற்கு ஐயப்ப பக்தர்கள் தயாராக இருப்பார்கள் என்பதை தயவு செய்து மறந்துவிட வேண்டாம். நீங்கள் ஒற்றைப்படுத்தப்படவில்லை, ஒற்றுமைப்படுத்தப்படுகின்றீர்கள். நாம் எல்லாம் ஒண்ணு சேருவோம். வாழ்ந்தாலும் ஐயப்பனுக்காக, நம் வாழ்வு முடிவு என்று சொன்னால் அந்த வீழ்ச்சியும் ஐயப்பனுக்காகவே இருக்கட்டும் என்று சொல்லி பிரார்த்தித்து வருகின்றேன். ഹിന്ദു ഐക്യവേദിയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ RV ബാബുവിനെ പ്രഭാഷണം നടത്തുന്നതിന് ക്ഷണിക്കുന്നു. ഈ ധർണ ഉദ്ഘാടനം ചെയ്ത സംപൂജ്യ സ്വാമി വെള്ളിമല ചൈതന്യാനന്ദജി മഹാരാജ്, ഈ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി, അതേപോലെ ശബരിമല അയ്യപ്പന്റെ ഉറച്ച ഭക്തനുമായിട്ടുള്ള ശ്രീമാൻ പൊൻ രാധാകൃഷ്ണൻ സർ, വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ, അമ്മമാർ, സഹോദരിമാർ, എല്ലാവർക്കും നമസ്കാരം. സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഉദ്ഘാടനം ചെയ്ത വെള്ളിമല സ്വാമിയെ ഒന്ന് കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം കന്യാകുമാരി ജില്ലയിൽ വർഷങ്ങളായി സ്വന്തം നിലയ്ക്ക് ഒരു ആശ്രമം സ്ഥാപിച്ച് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സന്യാസി വര്യനാണ്. ഹിന്ദു സമൂഹത്തിലെ നമ്മുടെ കുട്ടികൾക്ക് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച്, നമ്മുടെ വേദപുരാണങ്ങളെക്കുറിച്ച്, ഇതിഹാസങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന 1000-ഓളം മതപഠന ക്ലാസുകൾ കന്യാകുമാരി ജില്ലയിലും നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അതിർത്തിയിലെ ചില പഞ്ചായത്തുകളിലേക്കുമായിട്ട് അദ്ദേഹം നടത്തിവരുന്നു. ഏകദേശം 15,000-ഓളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ അതിൽ കൂടുതൽ 50,000-ഓളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ കന്യാകുമാരി ജില്ലയിലെമ്പാടും മതപഠനം നടത്തിവരുന്നു എന്നുള്ള വിവരം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു സ്വാമിയാണ് വെള്ളിമല സ്വാമി. പൊൻ രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് നമുക്കറിയാം. കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭകാലത്ത് ശബരിമലയിലേക്ക് ദർശനത്തിന് വരികയും അന്നത്തെ പിണറായി വിജയന്റെ വലങ്കൈയായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു SP അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് തടയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സംഭവമുണ്ട്. അത് നമ്മൾ അന്ന് പത്രങ്ങളിലൂടെ കണ്ടതാണ്. പൊൻ രാധാകൃഷ്ണൻ സാർ ഇവിടെ വന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടല്ല, മറിച്ച് ഒരു മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്കും ഒപ്പം തന്നെ ശബരിമല ശാസ്താവിന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു ഭക്തൻ എന്ന നിലയ്ക്കും കൂടിയാണ് എന്നുകൂടി ഞാൻ ഈ സദസ്സിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില് ഒരുപാട് സമരപരിപാടികൾ നമ്മൾ നടത്തി. അതിന്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിലെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ ഒന്നുകൂടി വിളിച്ചു പറയാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണകർത്താക്കളോട് നമ്മുടെ ക്ഷേത്രങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച്. അതൊന്നും അറിയാത്തവരല്ല ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂടങ്ങളൊക്കെ. പക്ഷെ അവരൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുക, ക്ഷേത്രങ്ങൾ ഒരു കറവപ്പശുവാക്കി മാറ്റുന്ന സംവിധാനം ആണ് നാളിതുവരെ ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അത് ഇടതുമുന്നണിയുടെ കീഴിലാകട്ടെ വലതുമുന്നണിയുടെ കീഴിലാകട്ടെ ആര് ഭരിക്കുമ്പോഴും
ക്ഷേത്രങ്ങൾ അവർക്ക് കറവ പശുക്കളാണ്. ഇപ്പൊ പുറത്തു വന്ന വാർത്തകളൊക്കെ സത്യം പറഞ്ഞാൽ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയില്ലേ, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇപ്പോ ശബരിമലയിൽ നിന്ന് പുറത്തു വന്ന വാർത്തകൾ കേൾക്കുമ്പോൾ കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടു, 30 കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. സ്വർണം മാത്രമാണോ നഷ്ടപ്പെട്ടത്? 1900 കിലോ ചെമ്പ് നഷ്ടപ്പെട്ടു. ഈ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും മൂല്യം എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ നമ്മൾ കണക്കാക്കരുത്. ശബരിമലയിലെ ചെമ്പ്, ഒരു കഷ്ണം ചെമ്പ്, അത് മാർക്കറ്റിൽ ആ ചെമ്പിന് 100 രൂപയാണെങ്കിൽ ശബരിമലയിൽ നിന്ന് വരുന്ന ചെമ്പിന് അത് 10,000 രൂപ. കാരണം അതിന്റെ മൂല്യം ശബരിമലയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ അയ്യപ്പനെ ഉപയോഗിച്ച ചെമ്പ് എന്നുള്ള പേരിലാണ് അത് വിൽക്കുന്നത്. അപ്പൊ നമ്മള് ശബരിമലയിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾക്ക് അതിന്റെ മാർക്കറ്റ് വാല്യൂ അല്ല കണക്കാക്കേണ്ടത്, അതിന്റെ ഡിവൈൻ വാല്യൂ ആണ്, അതിന്റെ ആത്മീയ മൂല്യമാണ്, അതിന്റെ ആധ്യാത്മിക മൂല്യമാണ്. അയ്യപ്പൻ എന്ന വികാരത്തില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി അയ്യപ്പന് വേണ്ടി ചെലവാക്കാൻ സമർപ്പിക്കാൻ തയ്യാറുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തന്മാർ, ആ ഭക്തന്മാരുടെ വികാരത്തെ, വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ, ഈ പറയുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാർ, സർവോപരി ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാരും ചേർന്ന് ശബരിമലയെ കൊള്ളയടിച്ചത്. അപ്പൊ ശബരിമലയിലെ പ്രശ്നം ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള മാത്രമല്ല. ശബരിമലയിൽ എത്രയോ കാലമായി ശബരിമലയെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. ശബരിമലയെ കൊള്ളയടിക്കാൻ വേണ്ടി അവര് ഒട്ടനവധി പദ്ധതികൾ തയ്യാറാക്കി. ആദ്യം എന്താ ചെയ്തത്? ശബരിമലയിൽ നിന്ന് എല്ലാ ഹൈന്ദവ സംഘടനകളെയും പുറത്താക്കി. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ദേവസ്വം ബോർഡ് അന്നദാനം കൊടുക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അവിടെ അന്നദാനം നടത്തി വന്ന ഹൈന്ദവ സംഘടനകളുണ്ട്, ഭക്തജന സംഘടനകളുണ്ട്, അയ്യപ്പ സേവാ സംഘം പോലുള്ള സംഘടനകൾ. ആ സംഘടനകളെ അടക്കം ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡ് പുറത്താക്കി. ഇത് ശബരിമലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നും എല്ലാ ഭക്തജന സംഘടനകളെയും ഇവര് പുറത്താക്കി. എന്തിനു വേണ്ടിയാ ഇങ്ങനെ പുറത്താക്കിയത്? ഇപ്പോ കാര്യം വ്യക്തമല്ലേ? ഭക്തജന സംഘടനകളെ ക്ഷേത്രങ്ങളിൽ നിന്നും പുറത്താക്കിയത് അവർക്ക് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനാണ്, അവിടുത്തെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിച്ച് കൊണ്ടുപോകാനാണ്. പരസ്പര സഹകരണ സംഘം പോലെയാണ് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് ജീവനക്കാരും പ്രവർത്തിക്കുന്നത്. പരസ്പര സഹകരണ സംഘം പോലെയാണ്. ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സംഘടന എന്ന് പറയുന്നത് CITUവിന്റെ സംഘടനയാണ്, പ്രധാനമായും CITUവിന്റെ സംഘടനയാണ്. അപ്പൊ CITUവിന്റെ സംഘടന പറയുന്നതനുസരിച്ചിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാകട്ടെ, കൊച്ചി ദേവസ്വം ബോർഡിലാകട്ടെ, മലബാർ ദേവസ്വം ബോർഡിലാകട്ടെ ഏതു തീരുമാനവും അവിടെ സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് യാതൊരു സ്ഥാനവുമില്ല, എക്സിക്യൂട്ടീവ് ഓഫീസർക്കൊന്നും ഒരു സ്ഥാനവുമില്ല. യൂണിയൻ നേതാവ് പറയുന്നതിനനുസരിച്ച് ജീവനക്കാരെ നിശ്ചയിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡിലുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, സർവ ക്ഷേത്രങ്ങളിൽ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിയാണ്. ട്രേഡ് യൂണിയനെ ഉപയോഗിച്ച്, തൊഴിലാളി ട്രേഡ് യൂണിയൻ സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് CPM ആണ് ഇപ്പൊ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. CPMന്റെ അജണ്ടയാണ് ക്ഷേത്രങ്ങളിൽ നടപ്പാകുന്നത്. അപ്പോ ഭക്തജന സംഘടനകളെ മുഴുവൻ ക്ഷേത്രത്തിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെച്ച് ട്രേഡ് യൂണിയനെ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സംവിധാനം ഇപ്പോ ശബരിമലയിലടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ശബരിമലയിൽ എന്തൊക്കെ പോയി എന്ന് ചോദിച്ചാൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ KT ശങ്കരൻ പോയി നോക്കിയിട്ട് പറഞ്ഞാൽ മനസ്സിലാവും. എന്തൊക്കെ ഉണ്ട് ഇപ്പോ സ്ട്രോങ് റൂം പരിശോധിക്കുകയാണ്. നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യം നേരത്തെ ബിജേട്ടൻ പറഞ്ഞതാണ്. ഉറപ്പിച്ചു പറയുന്ന കാര്യം എന്താ? തിരുവാഭരണം എന്തായാലും ഉണ്ട്, നമുക്ക് ഉറപ്പിക്കാം. തിരുവാഭരണം പന്തളത്താണ്. കേസ് കൊടുത്തിരിക്കുക. ഇപ്പോഴും കേസില്ലേ സാർ വർമാജി? കേസുണ്ട്. കേസ് എന്തിനാണെന്നറിയാമോ? തിരുവാഭരണം സൂക്ഷിക്കാനുള്ള അവകാശം അത് ശബരിമലയ്ക്കാണ്, സന്നിധാനത്തിനാണ്. ഞങ്ങൾ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതാണ്. ആറന്മുളയുടെ സ്ട്രോങ് റൂം തുറന്നു നോക്കാൻ പോയിട്ടുണ്ട്. ഭഗവാനെ അയ്യപ്പ,
നിനക്ക് പോലും അറിയില്ല അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. കാരണം നമുക്കറിയാം ശബരിമലയിലെ ഓരോന്നും നഷ്ടപ്പെട്ടു. കട്ടില പോയി, ദ്വാരപാലക പീഠം പോയി, വാജീവാഹനൻ പോയി, താലിയക്കുടം പോയി, സർവ്വതും പോയി. അപ്പൊ നമുക്ക് തോന്നുന്നത് പിണറായി വിജയന്റെ കാലത്ത് ഈ ഇടതുപക്ഷ സർക്കാർ മാത്രം ഭരിച്ചപ്പോ സംഭവിച്ചതാണെന്നും. അങ്ങനെയല്ല. ഈ കഴിഞ്ഞ ഇപ്പൊ ഇവിടെ നമ്മളെല്ലാം പറയുന്നേ പ്രയാർ ഗോപാലകൃഷ്ണൻ വളരെ ഭക്തനാണ്. ഗോപാലകൃഷ്ണന്റെ കാലത്തെ സർവം ഭംഗിയായിരുന്നു. അങ്ങനെയാണോ? അല്ല. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ ഭരിക്കുമ്പോഴാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ സഹോദരൻ കെ ജയകുമാർ 1,87,00,000 രൂപയുടെ പാത്രം വാങ്ങിയ ഇടപാട് തട്ടിപ്പ് നടത്തിയത്. 1,87,00,000 രൂപയുടെ തട്ടിപ്പ്. പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ത് നടപടിയാണ് എടുത്തത്? ജയകുമാറിനെതിരെ ഒരു നടപടി എടുത്തില്ല. വിജിലൻസ് കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് പറഞ്ഞു. നടപടി എടുത്തോ? എടുത്തില്ല. പിന്നെ പത്മകുമാർ വന്നപ്പോൾ രാഷ്ട്രീയം നോക്കിയിട്ട് പത്മകുമാർ ജയകുമാറിനെതിരെ നടപടിയെടുത്തു. ഞാൻ പറഞ്ഞത് ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങൾ അത് ഇടത് ഭരിക്കട്ടെ വലത് ഭരിക്കട്ടെ, ആര് ഭരിക്കുമ്പോഴും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുകയാണ്. നമ്മുടെ ഭക്തന്മാർ മുണ്ട് മുറുക്കിയെടുത്ത് അയ്യപ്പനെ ക്ഷേത്രങ്ങൾക്ക് സമർപ്പിക്കുന്ന ആ പണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. പുറത്തു വന്ന വാർത്തകൾ അനവധിയാണ്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകൾ, ശാസ്താംകോട്ട ക്ഷേത്രത്തിന് 6 കിലോ സ്വർണം ഉപയോഗിച്ച് കൊടിമരം പണിതു. ആ കൊടിമരത്തിന്റെ നിറം ഇപ്പൊ കറുപ്പാണ് എന്ന് പറയുന്നു. ഇന്ന് പുറത്തു വന്ന വാർത്ത, ഇന്നോ ഇന്നലെയോ പുറത്തു വന്ന വാർത്ത എന്താ? വൈക്കം മഹാദേവന്റെ ക്ഷേത്രത്തില് 1/4 കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 1/4 കിലോ സ്വർണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദേവസ്വം ബോർഡിന് മറുപടിയില്ല. 255, കൃത്യമായി പറഞ്ഞാൽ 255 ഗ്രാം സ്വർണം പോയി. എവിടെന്നാ പോയത്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സ്റ്റോർ റൂമിലുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അപ്പോ മറ്റൊരു വാർത്ത വരുന്നു. ആറന്മുള ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ സമർപ്പിച്ച 58 പവൻ കാണാനില്ല. അവിടെ ഉണ്ടോ? പോയി നോക്കണം, ഉണ്ടോന്ന് അറിയില്ല. പുറത്ത് വേറെ വാർത്ത വരുന്നു. അങ്ങ് മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് വരുന്ന വാർത്ത എന്താ? അവിടെ ബാലുശ്ശേരിയില് വേട്ടക്കരു മകൻ ക്ഷേത്രത്തില് അവിടെ 20 പവൻ കാണാനില്ല. ഇത് മൊത്തം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ അവസ്ഥയാണ്. ഇത് സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ മാത്രം കാര്യമല്ല, സ്ഥലം പോകുന്നു. ഇന്ന് പുറത്തു വന്നൊരു വാർത്തയുണ്ട്. വെള്ളായണി ക്ഷേത്രം 83 ഏക്കറുണ്ട്. വെള്ളായണി ക്ഷേത്രത്തിൽ 83 ഏക്കറാ. ഇപ്പൊ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ദേവസ്വത്തിന്റെ കയ്യിൽ 1 ഏക്കർ 33 സെന്റേ ഉള്ളൂ. 1 ഏക്കർ 33 സെന്റേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്തുകാർക്ക് ദേവസ്വം ബോർഡിന്റെ രേഖകൾ അനുസരിച്ച് നമ്മുടെ പാളയത്തെ ക്ഷേത്രം, സിദ്ധിവിനായക ഗണപതി ക്ഷേത്രത്തിന് 93 സെന്റ് സ്ഥലമാണ്. 93 സെന്റ് സ്ഥലം. ഇപ്പൊ എത്രയുണ്ടെന്ന് അറിയാമോ? വെറും 7 സെന്റ് സ്ഥലം. ആരാണ് സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ സ്ഥലം കൈയേറിയത്? സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ സ്ഥലം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മൂക്കിന് താഴെ സ്ഥലം നഷ്ടപ്പെടുന്നു, അന്യാധീനമാകുന്നു. 2001 മലബാർ ദേവസ്വം ബോർഡ് കേരള ഹൈക്കോടതിയിൽ ഒരു അഫിഡാവിറ്റ് കൊടുത്തു. ആ അഫിഡാവിറ്റ് എന്താ പറഞ്ഞറിയാമോ? മലബാർ ദേവസ്വം ബോർഡിന് 25,000 ഏക്കർ ഭൂമി അന്യാധീനമായി എന്നാണ്. മലബാർ ദേവസ്വം ബോർഡിന് 25,000 ഏക്കർ അന്യാധീനപ്പെട്ടു. നമ്മുടെ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചൊരു കണക്കുണ്ട്. ആ കണക്കെന്താണെന്നറിയാമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 5,000 ഏക്കർ ഭൂമി. ആ 5,000 ഏക്കർ ഭൂമിയിൽ നിലവിൽ 2,000 ഏക്കർ ഭൂമിയെ ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ളൂ. 3,000 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു. 3,000 ഏക്കർ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു. അതിൽ 555 ഏക്കർ ഭൂമി നിയമ പ്രശ്നത്തിൽ കുടുങ്ങിപ്പെട്ട് കിടക്കുകയാണെന്നാണ്. ഇനി നിങ്ങൾക്കറിയോ, കുടൽമാണിക്യം ക്ഷേത്രത്തിന് 5,568 ഏക്കർ ഭൂമിയാ. 5,568 ഏക്കർ ഭൂമി ഇപ്പൊ നിലവിൽ 100 ഏക്കർ താഴെയാണ്.
കുടൽമാണിക്യം ദേവസ്വത്തിന് ഇപ്പൊ നിലവിൽ 100 ഏക്കറിൽ താഴെയുള്ളൂ. 5568 ഏക്കർ ഭൂമി. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കാര്യവും വ്യത്യസ്തമല്ല. ഞാൻ പറഞ്ഞത് ഈ ക്ഷേത്രങ്ങള് 949 ഒരു കവനന്റ് രൂപീകരിച്ച് തിരുക്കൊച്ചി രാജ്യത്തെ ഭരണാധികാരികൾ, തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ കേരള സർക്കാരുമായി ഒരു ഉടമ്പടിക്ക് തയ്യാറായില്ല. അവര് കേരള സർക്കാരുമായി ഒരു ഉടമ്പടിക്ക് തയ്യാറായില്ല. അവർക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. ഇത് കേരളത്തിലെ ഭരണാധികാരികളെ, രാഷ്ട്രീയ നേതൃത്വത്തെ ഏൽപ്പിച്ചാൽ ഈ ക്ഷേത്രങ്ങൾ നഷ്ടപ്പെടും, ക്ഷേത്ര സ്വത്തുക്കൾ നഷ്ടപ്പെടും. അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചു? ഈ കവനന്റ് കേന്ദ്ര സർക്കാരുമായിട്ടേ ഞങ്ങൾ ഉണ്ടാക്കും. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി വേണം ഈ കവനന്റിൽ ഒപ്പിടാൻ. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി VP മേനോൻ വരികയും VP മേനോനുമായിട്ടാണ് ഈ കവനന്റ് ഒപ്പിട്ടത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാര്. അങ്ങനെയാണ് കവനന്റ് വന്നത്. ആ കവനന്റിലൂടെ വ്യക്തമാക്കപ്പെട്ടത് എന്തായിരുന്നു? ക്ഷേത്രങ്ങൾ സംരക്ഷിക്കും, ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കും, ക്ഷേത്രങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. എന്നാൽ പിന്നീടുണ്ടായതെന്താ? നമ്മൾ ഈ പറഞ്ഞതാണ്, ഇപ്പൊ നടന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ക്ഷേത്ര ഭൂമികൾ അന്യാധീനപ്പെട്ടു, ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയപ്പെട്ടു, എല്ലാം ക്ഷേത്രങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഒരു കാലത്ത് ക്ഷേത്രങ്ങളെ തകർക്കാൻ മുഗളന്മാരുടെ സൈന്യം വന്നു. ഔറംഗസീബ്, ബാബർ, ടിപ്പു ഇവരുടെ ആക്രമണത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു, നമ്മുടെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു. പിന്നീട് 1811 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാര് ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചു, ക്ഷേത്രങ്ങളെ ഏറ്റെടുത്തു. അങ്ങനെ ക്ഷേത്ര സ്വത്തുക്കൾ അവിടെയും കൊള്ളയടിക്കപ്പെട്ടു. 950 ശേഷം ഈ കവനന്റ് രൂപീകരിച്ച് ദേവസ്വം ബോർഡ് ഉണ്ടായി. നമ്മൾ വിചാരിച്ചു ഈ ജനാധിപത്യ യുഗത്തിൽ ഈ ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്നും. പക്ഷേ സംഭവിച്ചത് എന്താ? നേരത്തെ സംഭവിച്ച പോലെയാണ്. 25,000 ഏക്കർ മലബാർ ദേവസ്വം ബോർഡിന് പോയി, 3000 ഏക്കർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പോയി, 5000 ഏക്കർ നമ്മുടെ കുടൽമാണിക്യം ദേവസ്വത്തിന് പോയി, ഇതേപോലെ ഗുരുവായൂർ ദേവസ്വത്തിനും പോയി. ഇതെല്ലാം ക്ഷേത്രങ്ങളെ അന്യാധീനപ്പെടുത്തുന്ന സമീപനമാണ്. ഒരു കാലത്ത് പുറമേ നിന്നായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോ ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ കടന്നാണ് ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുത്ത് ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്തന്മാരെ അടിച്ചോടിച്ച് ഭരണാധികാരികൾ ക്ഷേത്രങ്ങളെ ഉള്ളിൽ നിന്ന് തകർക്കുന്ന സമീപനമാണ്. അതുകൊണ്ട് ഈ സമരം ക്ഷേത്ര വിമോചന സമരമാണ്. ക്ഷേത്രങ്ങളെ ഈ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മോചിപ്പിക്കാൻ ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി നടത്തുന്ന സമരമാണിത്. ഈ സമരം ക്ഷേത്രങ്ങൾ വിമോചിപ്പിക്കുന്നവരെയുള്ള സമരമായി തുടരും. ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് ഭരിക്കാനുള്ള അവകാശം, ആ അവകാശം ഭരണഘടനാദത്തമാണ്, ഭരണഘടന നൽകിയിട്ടുള്ള അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി GK സുരേഷ് മാർഗിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. എല്ലാവർക്കും നമസ്കാരം. യോഗാധ്യക്ഷൻ ശ്രീ നാരായണ വർമ്മ, രാധാകൃഷ്ണൻജി, സ്വാമി ചൈതന്യ മഹാരാജ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു നീണ്ട പ്രസംഗത്തിനിവിടെ പ്രസക്തിയില്ല. ക്ഷേത്ര സംരക്ഷണ സമിതി ഈ സമരത്തിന് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം കേരളത്തിലെ ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാനുള്ള ഒരു അതിശക്തമായ പ്രക്ഷോഭത്തിന് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഒന്നടങ്കം മുന്നോട്ട് വരണം, മുന്നോട്ട് വരും എന്നുള്ള പ്രതീക്ഷ കൂടി ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. ഈ സ്വർണം കവർച്ച ചെയ്യപ്പെട്ട സംഭവത്തിൽ ഇപ്പൊ സസ്പെൻഷനിലായ മുരാരി ബാബുവും സുനിലും, ഈ രണ്ടുപേരും അതിനകത്ത് പേര് ചേർക്കപ്പെട്ട ഏതാനും പേരുമല്ല യഥാർത്ഥ പ്രതികൾ. ശബരിമല ക്ഷേത്രം 24 മണിക്കൂറും സീസൺ സമയത്ത്
കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും സമ്പൂർണ്ണ നിരീക്ഷണത്തിലാണ്. ശബരിമല സന്നിധാനത്ത് നിന്ന് ഒരു മുട്ടുസൂചി പോലും പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരാളിനും കഴിയില്ല. അങ്ങനെ കഴിയണമെങ്കിൽ അതിന് ദേവസ്വം മന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഒത്താശയും അനുമതിയും വേണം. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ശബരിമലയിൽ നിന്ന് 7 കിലോ സ്വർണമെങ്കിലും പോയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതിൽ കൂടുതൽ സ്വർണം ഉണ്ട് എന്ന സംശയവും ഇപ്പോഴുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ ദേവസ്വം ബോർഡിന്റെ ഫയലുകൾ നോക്കാൻ നിയുക്തനായിരുന്ന ദേവസ്വം ബോർഡിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ചുമതല വഹിച്ചിരുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണ കവർച്ചയുടെ ആസൂത്രകൻ എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും പോലും ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് ശബരിമല ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതീവ രഹസ്യമായി AKG സെന്ററിൽ വെച്ച് കടകംപള്ളി സുരേന്ദ്രനുമായി കൂടിക്കാലോചന നടത്തി. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടകംപള്ളി സുരേന്ദ്രനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്താതെ AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്ന ആ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി ഈ സ്വർണ്ണക്കടത്തിന്റെ പിന്നിൽ ആരാണെന്ന് വ്യക്തമാകാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴും അതിനു മുമ്പും ഉള്ള പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇപ്പോഴുള്ളത്. പാലോറമാക ആടിനെ വിറ്റ് പൈസ കൊടുത്തു തുടങ്ങിയ ദേശാഭിമാനിയുമല്ല. ഇപ്പോൾ സ്വർണം കണ്ടാൽ അവിടെ കമിഴ്ന്നു വീഴുന്ന പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. 2018 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളും അത് തന്നെയാണ് കാണിക്കുന്നത്. 2018 പിണറായി വിജയൻ ശബരിമലയെ കൈവച്ചത്. ഒരു കാര്യം എനിക്ക് ഉറപ്പു പറയാൻ കഴിയും, അതിനുശേഷം ഇന്നത്തെ ദിവസം വരെ പിണറായി വിജയൻ മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. ഇത് ശബരിമലയിൽ കൈവച്ച എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, മുൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായാലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായാലും ശബരിമല കൈകാര്യം ചെയ്ത ദേവസ്വം മന്ത്രിമാരായാലും വെള്ളം ഇറങ്ങാതെ തളർന്നാണ് മരിച്ചത് എന്നുള്ള കാര്യം പിണറായി വിജയനെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പിണറായി വിജയന്റെ അവസാന അവസരമാണ്. ഈ കട്ട സ്വർണം കൊണ്ട് തിരിച്ചു കൊടുത്ത് സമസ്താപരാധം പറഞ്ഞ് മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറാകണം. ഇതോടൊപ്പം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് CPIയെ കുറിച്ച്, CPIയുടെ മന്ത്രിയായ രാജനെ കുറിച്ചുമാണ്. രാജൻ ഡിജിറ്റൽ സർവേ നടത്തിയതിനു ശേഷം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വത്തുക്കൾ റവന്യൂ പുറമ്പോക്കായും ക്ഷേത്രക്കുളങ്ങൾ പൊതുസ്വത്തായിട്ട് മാറ്റാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഇത് കാസർഗോഡ് മുതൽ പാറശാല വരെയുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ ശ്രമിച്ചവരുടെയൊക്കെ അവസ്ഥ ആലോചിക്കണം. ഒരു മുൻമന്ത്രി RSPക്കാരനാണ്, ഒരു ആളെ കാണാനില്ല എന്നുള്ള കേസിൽ കുടുങ്ങിയ ആളാണ്. കരുനാഗപ്പള്ളിയിലെ പുതിയകാവ് ക്ഷേത്രത്തിന്റെ സ്വത്ത് കൈയടക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമം അന്ന് ഭയങ്കര ശ്രദ്ധേയമായിരുന്നു. ആ ക്ഷേത്ര സ്വത്ത് നമുക്ക് തിരിച്ചു കിട്ടി. ഇതേപോലെയാണ് ഇപ്പോൾ CPIയുടെ നേതൃത്വത്തിലുള്ള രാജൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ RV ബാബു ഇതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. കേരളത്തിലെ 1,45,000 ഏക്കർ ഭൂമി നഷ്ടമായിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ഈ സ്ഥലം തിരിച്ചെടുക്കാൻ വേണ്ടി ജുഡീഷ്യൽ അധികാരത്തോടു കൂടിയ കമ്മീഷനെ നിയോഗിക്കുന്നു. അക്കാര്യം നിയമസഭയിലും പറഞ്ഞതാണ്. പക്ഷെ കമ്മീഷൻ ഇതുവരെ വന്നിട്ടില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സ്വത്ത് വീണ്ടെടുക്കാനും ഈ സ്ഥലം മുഴുവൻ തിരിച്ചു കൊണ്ടുവരാനും സ്വർണം വീണ്ടെടുക്കാനും ഒരു ജീവൻ മരണ പോരാട്ടത്തിന് കേരളത്തിലെ ഹിന്ദു ഭക്ത സമൂഹം തയ്യാറാകണം എന്നാണ് എന്റെ അപേക്ഷ. ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാനുള്ള ശ്രമത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ശബരിമല ക്ഷേത്രത്തിന് ചുറ്റും 41 ദിവസം വ്രതം ഏറ്റു വരുന്ന ആൾക്കാരുടെ വ്രതഭംഗം വരുന്ന രീതിയിൽ മത്സ്യമാംസങ്ങൾ വിതരണം വിൽക്കുന്ന സ്ഥാപനങ്ങൾ ബിനാമി പേരുകളിൽ ആരംഭിച്ചിരിക്കുന്നു. ഇതേ അവസ്ഥ പന്തളം വലിയ കോയിക്ക ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട്. ഈ ഹിന്ദുക്കളുടെ പേരിൽ കരാറെടുക്കുന്ന ഈ കടകൾ
എങ്ങനെയാണ് മത്സ്യമാംസങ്ങൾ വിൽക്കുന്ന ഇതര മതസ്ഥരുടെ കൈകളിൽ എത്തുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. ഈ ശബരിമല സീസണിൽ ഇത്തരം കച്ചവട സ്ഥാപനങ്ങൾ പന്തളം വലിയ കോയിക്കലോ ശബരിമല സന്നിധാനത്തിലോ ആരംഭിച്ചാൽ അത് ചെറുക്കാൻ ഹിന്ദു സന്നദ്ധ ഭടന്മാർ രംഗത്ത് വരും എന്ന കാര്യം കൂടി ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനു വേണ്ടി ജീവൻ കൊടുക്കാൻ നൂറുകണക്കിന് ഭക്തർ തയ്യാറാണ് എന്ന കാര്യം പിണറായി വിജയനെയും ഈ സർക്കാരിനെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ശബരിമല കർമ്മസമിതിയുടെ ദേശീയ കൺവീനർ ശ്രീ SJA കുമാർ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമി സംബോധ്യ സ്വാമികൾ, ഏറ്റവും പ്രിയങ്കരായ ശ്രീ പൊൻരാധാകൃഷ്ണൻജി, അധ്യക്ഷനും ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ നാരായണവർമ്മജി, ശ്രീ വിശ്വംബാപ്പാജി, ഹിന്ദു ഐക്യതയുടെ പ്രമുഖരായ നേതാക്കളായ ശ്രീ ആവി ബാബു, ശ്രീ വസന്തൻ ലങ്കരി, ശ്രീമതി ശശികല ടീച്ചർ, ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഭക്തന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്ന് വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ എല്ലാം മനസ്സിൽ ധാരാളം ചിന്തകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത് ഇവിടെ ശ്രീ രാധാകൃഷ്ണൻജി സൂചിപ്പിച്ചതുപോലെ 1950 നടന്ന തീവെപ്പാണ്. അത് സാധാരണഗതിയിലൊരു അപകടകരമായ ഒരു തീവെപ്പല്ല എന്നുള്ളത് പിന്നീടുള്ള അന്വേഷണത്തിലൊക്കെ തെളിഞ്ഞെങ്കിലും അതിൽ പ്രധാനപ്പെട്ട വിഷയം തീവച്ച് നശിപ്പിച്ചെന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ വിഗ്രഹം കോടാലുകൊണ്ട് വെട്ടിപ്പൊളിച്ചതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വെറൊരു തീവെപ്പല്ല, അപകടമല്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അതിനെ കൃത്യമായിട്ടും ആ ക്ഷേത്രത്തെ നശിപ്പിക്കാനായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരുടെയും മൗലികവാദികളുടെയും എല്ലാം ഒരു ശ്രമമായിരുന്നു. അതിന്നും തുടർന്നു വരുന്നു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് പിണറായി വിജയനോ അതല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരോ അതല്ലെങ്കിൽ UDF അതല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ സംഘടനകളോ ഒന്നുമല്ല. ആഗോളമായിട്ടുള്ള ഒരു കോൺസ്പിറസി ഉണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് 2006 സുപ്രീം കോടതിയിൽ കൊടുത്തൊരു കേസുണ്ട്, നമുക്കൊക്കെ അറിയാം. ആ കേസിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ സുപ്രീം കോടതി 2018 സെപ്റ്റംബർ മാസം 28 വിധി തന്നത്. ആ വിധിയിൽ ഈ 10-നും 50-നും വയസ്സിനിടയിലുള്ള യുവതികളുടെ പ്രവേശനം സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. പക്ഷെ അതിലേക്ക് നയിച്ചത് നമ്മൾ അറിയണം, പലർക്കും അറിയാത്ത വിഷയമാണ്. ഞാൻ ഗൂഢാലോചന പറയുമ്പം അത് പറഞ്ഞേ മതിയാവൂ. നൌഷാദ് എന്നൊരാൾ രൂപീകരിച്ച യങ് ലോയേഴ്സ്, ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്നൊരു സംഘടനയാണ് 2006 കേസ് കൊടുത്തത്. അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. 2006 ശബരിമലയിൽ നടന്ന ഒരു ദേവപ്രശ്നത്തിനുള്ളിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഇവിടെ നേരത്തെ ശ്രീ ആർ ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുവാഭരണത്തിന്റെ വിഷയം പറഞ്ഞു. തിരുവാഭരണത്തിന്റെ വിഷയത്തിലും ആ 2006 ഈ അന്ന് ശബരിമലയിൽ നടന്ന ഈ ദേവപ്രശ്നത്തിൽ നിന്നാണ് ഉദിച്ചത്. അതുകൊണ്ട് നമ്മൾ ദേവപ്രശ്നം നടത്തുന്നതും ശ്രദ്ധിക്കണം. ഇതിന്റെ പിന്നിലും പലപ്പോഴും ഗൂഢാലോചനകളുണ്ട്. പലരും ഇപ്പൊ പറയുന്നുണ്ട് പല കാര്യങ്ങളും ദേവപ്രശ്നം നടത്താം, പക്ഷേ വളരെ സൂക്ഷിച്ചു ചെയ്യണം. കാരണം കൃത്യമായിട്ട് നടത്തണം, സത്യസന്ധമായിട്ടുള്ളവരെ നടത്തിക്കണം. ആ ദേവപ്രശ്നത്തിലാണ് തിരുവാഭരണത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർ പന്തളം കൊട്ടാരമല്ല എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് കൊടുത്തു. ഹൈക്കോടതിയിൽ ആ കേസ് പന്തളം കൊട്ടാരത്തിന് എതിരായിട്ട് വിധിച്ചു. പന്തളം കൊട്ടാരം വെറും കൈവശാവകാശം മാത്രമാണുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ ചരിത്രം എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അതിന്റെ കേസ് ഇപ്പോഴും സുപ്രീം കോടതി നിൽക്കുകയാണ്. ആ കേസും അതേ സമയത്തുണ്ടായ ദേവപ്രശ്നമാണ് ഒരു യുവതി സ്പർശം ഈ അയ്യപ്പൻ ഏറ്റു എന്ന് പറയുന്നത്. ഒരിക്കലും അസാധ്യമാണെന്ന് നമുക്കൊക്കെ അറിയാം. ആ തിരുനടയിൽ നിന്ന് നമ്മൾ എത്ര കൈനീട്ടി കടന്നാൽ പോലും എത്താത്ത ദൂരത്ത് നിൽക്കുന്ന ആ വിഗ്രഹത്തെ സ്പർശിച്ചു. അതും ഒരു ഗൂഢാലോചനയായിരുന്നു.
ജയമാല എന്നൊരു സ്ത്രീയാണ് ഉടൻ തന്നെ ഇവിടെ പറഞ്ഞപ്പോ ഉടൻ തന്നെ ബാംഗ്ലൂരിൽ നിന്നൊരു യുവതി പറയാണ് ഞാനാണ് സ്പർശിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതും ഒരു ഗൂഢാലോചനയാണ്. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ഈ പരിഹാരക്രിയകൾ നടത്തി യുവതി പ്രവേശനം ഏറ്റു എന്നൊരു വിധിയിൽ പറഞ്ഞപ്പോ, പ്രശ്നവിധിയിൽ പറഞ്ഞപ്പോ അവിടെ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അതിനൊരു പ്രശ്ന പരിഹാരം നടത്തിയേ പറ്റുള്ളൂ. ആ പ്രശ്നപരിഹാരം നടത്തിയപ്പം ഉടനെ അടുത്ത ഗൂഢാലോചന. അതായത് നാഷണൽ മീഡിയകളെല്ലാം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു, ഈ ശബരിമല എന്നൊരു ക്ഷേത്രമുണ്ട് കേരളത്തില്, അവിടെ ഒരു യുവതി ആ ദേവന്റെ വിഗ്രഹത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമസ്ത യുവതികളെ ആക്ഷേപിക്കാനായിട്ട് ഒരു പരിഹാരക്രിയ നടത്തിയെന്നാണ് പറയുന്നത്. അതായത് തുടരെ ആ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനമാക്കിയാണ് 2006 നൌഷാദ് എന്നുള്ള ഒരു വ്യക്തി യങ് ലോയേഴ്സ് അസോസിയേഷൻ സംഘടന രൂപീകരിച്ച് അതിനെതിരെ കേസ് കൊടുത്തത്, ഈ പത്രവാർത്ത വെച്ചിട്ട്. ആ കേസിൽ 5 വനിതകൾ ഇതിനകത്ത് വാദിച്ചപ്പോ, കേസിന്റെ കൂടെ നിന്നപ്പോ നമ്മൾ കാണേണ്ട, വളരെ ചുരുക്കിയാൻ പറയാം, അതിലെ പല വനിതകളോട് നമ്മൾ ബന്ധപ്പെടുകയും എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചപ്പോ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഈ നൌഷാദ് പറഞ്ഞു, അദ്ദേഹം ഒരു പെറ്റീഷൻ എഴുതി, ഞങ്ങൾ ഒപ്പിട്ടു, അതാണ്. പക്ഷെ നമ്മൾ അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞാൽ, എന്നോട് ആദ്യം പറഞ്ഞ മിസ്റ്റർ കുമാർ, ഐ എം വെരി സോറി, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ വലിയൊരു മഹാപാപം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് അന്വേഷിച്ചിട്ട് അത് സത്യമാണെങ്കിൽ കേസിൽ നിന്ന് പിന്മാറുന്ന ഒരു വാക്ക് തന്നു 3 പേര്. ആ 3 പേരും സുപ്രീം കോടതി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്നും യൂട്യൂബിലുണ്ട്, സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ വിധി വരുന്നതിന് മുമ്പ് ഈ 3 വനിതകളും ആ സുപ്രീം കോടതി പുറത്തേക്ക് ഇറങ്ങി വന്ന്, സുപ്രീം കോടതി ലോണിൽ നമുക്കറിയാം പത്രമാധ്യമങ്ങൾ നിൽക്കുന്ന സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് വന്നിട്ട് അവർ പറഞ്ഞത് we are withdrawing from the case, ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണ്. Why? Because there is a big conspiracy behind this. ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്, ഞങ്ങൾ അറിയാതെ ഒപ്പിട്ടതാണ്. ഈ നൌഷാദ് എന്ന് പറയുന്ന വ്യക്തി തയ്യാറാക്കിയ പെറ്റീഷന്റെ അടിയിൽ ഞങ്ങൾ ഒപ്പിട്ടു പോയതാണ്. ഞങ്ങളത് വായിച്ചു നോക്കാൻ പോലും മെനക്കെട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഈ ക്ഷേത്രവിശ്വാസം, കേരളത്തിലെ ക്ഷേത്രവിശ്വാസത്തെ കുറിച്ച് അത്ര ബോധ്യമുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വക്കീലന്മാരാണ്, നിയമം മാത്രമേ അറിയാവൂ. അതുകൊണ്ട് ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ള വിഷയത്തിലാണ് ഞങ്ങൾ ചെയ്തത്. അവര് 3 പേര് ഇറങ്ങിയിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ആ 3 പേരും പിന്മാറിയ കേസാണ്. 5 പേര് കൊടുത്ത കേസിൽ 3 പേര് പിന്മാറിയ കേസാണ് വീണ്ടും നമുക്കെതിരെ വന്നത്. അതുകൊണ്ട് ഞാൻ ആ ഗൂഢാലോചന, ഈ വ്യാജം പലപ്പോഴും പുറത്തേക്ക് വരാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. തുടർന്ന് ഇങ്ങോട്ട് 50 ഞാൻ പറഞ്ഞ ഗൂഢാലോചന, തുടർന്ന് ഇങ്ങോട്ട് ഈ ദേവസ്വം ബോർഡിന്റെ പരിഷ്കരണം 1950 നടന്നു, അതും ഒരു ഗൂഢാലോചനയാണ്. അതിനു മുമ്പ് നമുക്കറിയാം, ഈ കവനന്റ് പ്രകാരം ദേവസ്വം ബോർഡ് സൃഷ്ടിച്ചപ്പോ അതിന്റെ അധികാരം കൊടുത്ത 2 പേർക്കാണ്. ദേവസ്വം ബോർഡ് മെമ്പറും പ്രസിഡന്റുമായിട്ട് മന്നത്ത് പത്മനാഭനും ശ്രീ ആർ ശങ്കറുമായിരുന്നു. വളരെ കൃത്യമായിട്ടും ഓരോ ക്ഷേത്ര ഭരണങ്ങൾ കൈകാര്യം ചെയ്യുകയും ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ നോക്കി നടത്തുകയും മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം തുക കൊണ്ട് മതപാഠശാലകൾ തുടങ്ങുകയും ചെയ്ത, വളരെ പുണ്യപ്രവർത്തനം ചെയ്ത ഈ 2 മഹാന്മാരെ ഒറ്റ ഒരു വർഷം മാത്രമേ ഇരുത്തിയുള്ളൂ. അവരെ ഈ 1950 കൊണ്ടുവന്ന ഈ ഭരണഘടനയുടെ പേരും പറഞ്ഞ് ഈ ദേവസ്വം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആക്കി. നിങ്ങൾ ശ്രദ്ധിക്കണം, രാഷ്ട്രീയപരമായ അപ്പോയിന്റ്മെന്റ് ആക്കി 1950. അതാണ് ഈ പ്രശ്നത്തിനെല്ലാം തുടക്കമിട്ടത്. അതുകൊണ്ട് നമ്മളെല്ലാം ചിന്തിക്കേണ്ടതാണ്. ഓരോ പ്രാവശ്യവും നമ്മുടെ മുന്നിലേക്ക് വരുന്ന നിയമം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഹിന്ദു പലപ്പോഴും ശ്രദ്ധിച്ചില്ല. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം മാറ്റിയെഴുതണം. ഈ നിയമം വെച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുകൂടി ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ നടന്നു നോക്കൂ. 1998 ഈ മല്യ കൊടുത്ത 35 കിലോഗ്രാം, അത് 24 കാരറ്റ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുത്തിയ ഗോൾഡാണ്. അത് അന്ന് എന്ത് ചെയ്തു? ഈ ദേവസ്വം റെക്കോർഡിൽ എഴുതിയില്ല. അങ്ങനെ അവിടെ ഉപയോഗിച്ച സ്വർണത്തിന്റെ കണക്ക് രജിസ്റ്റർ രേഖപ്പെടുത്താത്തതുകൊണ്ടാണ് ഈ ദ്വാരപാലക വിഗ്രഹത്തിലുണ്ടായിരുന്ന പൊതിഞ്ഞ സ്വർണം പോയപ്പോൾ അവർക്ക് അവിടെ ചെമ്പൻ എഴുതാൻ സാധിച്ചത്. അതേസമയത്ത് അത് സ്വർണം നൽകിയിരുന്നെങ്കിൽ അത് 1998-99 റെക്കോർഡിന് സ്വർണമെന്ന് കണ്ടേനെ. ചിന്തിക്കണം, ആ റെക്കോർഡില്ല. അതുകൊണ്ടാണ് ഇത് ചെമ്പാണെന്ന് എഴുതാൻ സാധിച്ചത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ നമ്മൾ ഭക്തന്മാർ കൊടുത്ത സ്വർണത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ രേഖ ഈ ശബരിമലയിൽ സൂക്ഷിച്ചിട്ടില്ല. കള്ളന്മാർക്ക് മോഷണത്തിലുള്ള വക ഇത് എല്ലാ സർക്കാരും തുടർന്നു വെച്ചാണ്. 1950 മുതലുള്ള എല്ലാ കാര്യങ്ങളിലാണ്. എന്തായാലും സ്വർണത്തിന്റെ വിഷയം 1998-99 ആയതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഇപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് CBI അന്വേഷണം. കാരണം ഈ കള്ളന്മാരായി നമ്മൾ കാവലേൽപ്പിച്ചു എന്നുള്ളത് നമ്മുടെ കുറ്റമാണ്. നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇവന്മാരെല്ലാം കള്ളന്മാരായിരുന്നു.
അപ്പൊ ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ പോലീസിനെ അന്വേഷിച്ചുകൊണ്ട് സാധ്യമല്ല. വളരെ സമർത്ഥന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ട്. പക്ഷേ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഒരിക്കലും നീതി നൽകാനാവില്ല. അതുകൊണ്ട് CBI അന്വേഷിക്കണം. CBI അന്വേഷിക്കുന്നത് തന്നെ 1998 മുതൽ ഇങ്ങോട്ടുള്ളത് അന്വേഷിക്കണം. അതിലെല്ലാ ദേവസ്വം മന്ത്രിമാരും ഉൾപ്പെടണം. കാരണം ദേവസ്വം മന്ത്രിയുടെ ജോലി ശബരിമല നടക്കെ പോയിട്ട് പുണ്യാഹം മേടിച്ച് കൈകളല്ല, ഈ നട തുറക്കുമ്പോ കൈയും കെട്ടി നോക്കിയിരിക്കാനല്ല. അങ്ങനെയുള്ളവൻ അവിടെ വരേണ്ട ആവശ്യമില്ല. അവർക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അവർ രാജിവെച്ച് പിന്മാറണം. കാരണം ഒരു കാരണവശാലും ഒരു ഉത്തരവാദികളാണെന്ന് ആർക്കും തോന്നിയാൻ പറ്റില്ല. എല്ലാത്തിലും ഇവർ കൈയുണ്ട്. അതുകൊണ്ട് ദേവസ്വം മന്ത്രി 1998-99 മുതല് ഇന്ന് വരെയുള്ള ദേവസ്വം മന്ത്രിമാർ, ഈ ഇപ്പോൾ ഉള്ള ദേവസ്വം പ്രസിഡന്റ് വരെ, എല്ലാ ദേവസ്വം പ്രസിഡന്റുമാരും, എല്ലാ മെമ്പർമാരും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് തിരുവാഭരണ കമ്മീഷണർ. വളരെ വിചിത്രമായിട്ട് തോന്നും. ഈ മോഷണം നമ്മുടെ സമയത്ത് അന്വേഷിച്ചു. അവിടെ നടന്ന എന്താണ്? 1998 താങ്കൾ അവിടെ ചെല്ലുമ്പോ കണ്ടപ്പോൾ ചെമ്പായിരുന്നോ സ്വർണമായിരുന്നോ അത് ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ നേരിട്ട് സംസാരിച്ച വിഷയമാണ്. അങ്ങനെ ഈ ദേവസ്വം ബോർഡ്, മന്ത്രി, ദേവസ്വം ഉദ്യോഗസ്ഥന്മാര് തീർച്ചയായിട്ടും സത്യസന്ധന്മാരായിട്ടുള്ള ആളുകൾ വരണം. കൂടാതെ ഭക്തജനങ്ങളുടെ റെപ്രസെന്റേഷൻ തീർച്ചയായിട്ടും വേണം. ഇനിയും ഭക്തജനങ്ങളുടെ റെപ്രസെന്റേഷൻ ഇല്ലാതെ ഒരു തരത്തിലും ഒരു ക്ഷേത്രഭരണം നടക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ക്ഷേത്രഭരണത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ ഭാഗമായിട്ട് വളരെ വമ്പിച്ച തരത്തിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വിദേശത്തും ശക്തമായ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് നമ്മൾ മുംബൈയിൽ ഭാഷിയിൽ കേരള ഹൗസിന്റെ മുൻപിൽ 12 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളടങ്ങുന്ന വമ്പിച്ചൊരു ധർണ നമ്മൾ നടത്തി. അത് തുടക്കമാണ്. ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കും. അതുകൊണ്ട് ഇത് കേരളത്തിന്റെ വിഷയം മാത്രമാണെന്ന് വിചാരിക്കേണ്ട. ശ്രീലങ്കയിൽ നടക്കാൻ പോകുന്നുണ്ട് നവംബർ മാസത്തിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തന്മാർ എവിടെയൊക്കെയുണ്ടോ അവരെല്ലാം സംഘടിക്കും. വേണ്ടി വന്നാൽ 1 ലക്ഷം പേരിൽ കേരളത്തിലേക്ക് വരാൻ പോലും തയ്യാറാണ്. അതുകൊണ്ട് ഇത് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നമ്മൾ ബോംബെയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊക്കെ എടുക്കാൻ തീരുമാനമാണ്. നമ്മളിൽ പലരും പല സാധനങ്ങളും ഈ ക്ഷേത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിലപിടിപ്പുള്ള സാധനം ഒരു ക്ഷേത്രത്തിൽ സമർപ്പിക്കുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. അതിന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് മാല 2-3 മാലയൊക്കെ സമർപ്പിച്ചവരൊക്കെ ഞാൻ കണ്ടു. ഇനി അടുത്ത നടപടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ശബരിമല ക്ഷേത്രത്തിലേക്ക് ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സമർപ്പിച്ചവർ അവർ സമർപ്പിച്ച വസ്തുവിന്റെ ഫോട്ടോ ഉൾപ്പെടെ കേരളത്തിലേക്ക് വരാൻ പോവാണ്. ഇത് തെളിവെടുക്കുമ്പം ഈ ചോദിക്കും, ഞാൻ തന്ന മാല, ഈ മാല എവിടെ? ഈ തരത്തിൽ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്മീഷന് മുമ്പിലോ അതല്ലെങ്കിൽ എൻക്വയറി കമ്മീഷന് മുമ്പിലോ CBIയുടെ മുമ്പിലോ സാധിക്കണം. അതുകൊണ്ട് ഈ 4.5 കിലോ സ്വർണ്ണത്തിൽ നിൽക്കുന്ന വിഷയമല്ല, ഈ ലോക്കറിയുള്ള സ്വർണ്ണത്തിന് കണക്കെടുക്കണം. അങ്ങനെ ഏത് തരത്തിലാണോ മോഷണം നടന്നത് അതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മളെല്ലാം ശ്രമിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ശക്തമായ നീക്കത്തിലൂടെ ഈ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരികയും ഈ മന്ത്രിസഭയെ തന്നെ രാജിവെപ്പിക്കുന്നതിലേക്കും ഇനി മേലാൽ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നതിന് ദേവസ്വം ബോർഡ് സിസ്റ്റം ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലെ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം മാത്രം പറയാണ്, ഭക്തി മാത്രം പോരാ, ശക്തിയും വേണം. സ്വാമിയേ ബ്രാഹ്മണ സഭയുടെ ബഹുമാനായ അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഈ പുനഃപരിശോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് ആ എതിർപ്പുകളെല്ലാം ഞങ്ങൾ വിടുന്നതല്ല, ഇത്തരം പ്രതിഷേധങ്ങളോട് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് മുദ്രാവാക്യങ്ങളോട് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് AKSQ എന്ന പ്രസ്ഥാനം നോക്കേണ്ട ആവശ്യമില്ല. ഇനിയും ഞങ്ങൾ ഈ മുദ്രാവാക്യം ഈ കവർച്ച തീർച്ചയായിട്ടും അന്വേഷിച്ച് മുഴുവൻ സ്വർണവും വീണ്ടെടുക്കുകയും ഓരോ ക്ഷേത്രത്തെ മാത്രമല്ല
കേരളത്തിൽ അങ്ങോട്ടുള്ള കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും സ്വത്ത് വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ട് കണക്കെടുത്തുകൊണ്ട് കുറവുണ്ടെങ്കിൽ അത് നികത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായിട്ടും നമ്മളെല്ലാം ഒന്നിച്ച് ഇതിനുവേണ്ടി അടരാടി പോരാടി വേണമെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ കേരളവും നടത്തിക്കൊണ്ട് ഈ ഒരു പൊടി സ്വർണം പോലും തിരിച്ചു ലഭിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഈ ക്ഷേത്രങ്ങൾ ഹൈന്ദവ ഭക്തരെ ഏൽപ്പിച്ച് അവരുടെ ഭരണമാകണം ഇനി ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യവും ശക്തമായി വെച്ചുകൊണ്ട് ഞാൻ എന്റെ സംഘടനയുടെ ഭാഗമായി ഈ പ്രക്ഷോഭത്തോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ധർണ 1:30 വരെയാണ്. സമാപന സഭയിൽ പ്രസംഗിക്കുന്നത് നമ്മുടെ ഹിന്ദു ഐക്യതയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചറാണ്. അതിനിടയിൽ നമുക്ക് 18ഓളം സമുദായ സംഘടനകൾ സംസാരിക്കുന്നുണ്ട്. ഏതാണ്ട് 22ഓളം ബാക്കി ചില ആളുകൾ നമ്മുടെ സജീവരാണ്. 1:30 അവസാനിപ്പിക്കേണ്ടതുകൊണ്ടാണ് 24 പേരെ ചുരുക്കിയിട്ടുള്ളത്. ബഹുമാനായ പാച്ചല്ലൂർ അശോകൻ സർ സമുദായ സൗഹൃദ വേദിയുടെ പ്രസിഡന്റാണ്. ഗണക കനിഷ്ഠ മഹാസഭയുടെ പ്രസിഡന്റാണ്. അതൊക്കെ ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ സമാനാർത്ഥരായ നേതാക്കൾ, ബഹുമാന്യനായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മറ്റുതര സമുദായ സംഘടനാ നേതാക്കൾ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ ധർണയ്ക്ക് കേരളത്തിൽ അങ്ങോളം പ്രവർത്തിക്കുന്ന കളരിപ്പണിക്കർ ഗണക കനിഷ്ഠ സംസ്ഥാന സമിതിയുടെയും 30ഓളം കൊച്ചു സമുദായങ്ങൾ ഉൾപ്പെട്ടുവരുന്ന ഹൈന്ദവ സമുദായ സൗഹൃദ വേദിയുടെയും സർവ്വവിധമായ പിന്തുണയും ഈ സമരത്തിന് പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഒത്തിരി പേര് ഇതിനെയും സംസാരിക്കാനുണ്ട്, നേതാക്കൾ ഒത്തിരിയധികം ഉണ്ട്. എങ്കിൽ പോലും 1-2 കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നടന്നിട്ടുള്ള ക്ഷേത്ര കൊള്ളകൾ, അത് സ്വർണം മാത്രമല്ല, ക്ഷേത്രം വക ഭൂമികൾ പോലും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു